നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മണ്ടി കരയേറുന്നു മോഹവും എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസിലെ ചിലരുടെ അവസ്ഥ. കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ വന്നപ്പോൾ തന്നെ ചിലരുടെ മനസ്സിലേക്ക് കടന്നുകൂടിയതാണ് മുഖ്യമന്ത്രി സ്ഥാന മോഹം. ഉള്ളിലെ മോഹം ചില ഘട്ടങ്ങളിലൊക്കെ പുറത്തു ചാടുകയും അത് നാട്ടുകാർ അറിയുകയും ഒക്കെ ചെയ്തു. ഒടുവിൽ ചർച്ച അതേക്കുറിച്ചായി. കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാവും എന്നതിലായി ചർച്ച. തർക്കവും അതുതന്നെയായി. ജയിച്ചാലേ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടൂ എന്നത് മറക്കരുതെന്ന് പ്രവർത്തകർ ഓർമ്മിപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ടത്. ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും ഒരുപോലെ ഹൈക്കമാൻഡിനെ അറിയിച്ചു. പാർട്ടിയെ അധികാരത്തിൽ തിരികെ എത്തിക്കുക എന്ന ദൗത്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്നും ഇരു നേതാക്കളും ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തു. മുമ്പെങ്ങും ഇല്ലാത്ത ഐക്യത്തോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് നീങ്ങുന്നതെന്നാണ് ഈ നേതാക്കളെല്ലാം ഒരുപോലെ നിന്ന് അവകാശപ്പെടുന്നത്. നമുക്ക് ഈ നേതാക്കളുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുമോ? ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പാലക്കാട് നിന്നും ഹംസയാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ഹംസ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പരസ്പരം മുള്ളും മുനയും ഒക്കെ വെച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന നേതാക്കളൊക്കെ ഇപ്പോൾ ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് ആർക്കും മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്നൊക്കെ. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമോ? സുഹൃത്തെ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചു. കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. ഈ കേരളത്തിൽ സൂര്യന് താഴെ ഒരുപാട് വിഷയങ്ങളുണ്ട്. രാസലഹരി, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഈ കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ ഈ മാത്രം വാർത്താ ചാനലിലാണ് കോൺഗ്രസിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. കോൺഗ്രസിലെ പ്രവർത്തകരോ നേതാക്കോ ഒരു വിഷമമല്ല. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ UDFന് ഭരണം കിട്ടാത്ത വല്ല വിഷമമുണ്ടോ? ഞങ്ങൾക്ക് UDFന് ഭരണം കിട്ടിയാലും LDFന് ഭരണ തുടർച്ചയുണ്ടായാലും യാതൊരു വിഷമവുമില്ല. പിന്നെ എന്തൊക്കെ ഉണ്ട് സുഹൃത്ത് വിഷയം? ഇതൊരു വിഷയമല്ലേ ചർച്ച ചെയ്യാൻ? അല്ല, ഇതൊരു വിഷയമാണെങ്കിൽ ആര് പറഞ്ഞു? കോൺഗ്രസ്സുകാർ പറഞ്ഞു. കോൺഗ്രസ്സുകാര് പറഞ്ഞു. നിങ്ങൾ ഇല്ലാത്ത ചാനലുകാര്, ഞങ്ങളില്ലാത്തല്ലോ പറഞ്ഞ കോൺഗ്രസ്സുകാരെല്ലാം ഇന്നലെ പരസ്യമായി വന്നത് ഒരുമിച്ച് നേതാക്കളെല്ലാം കൂടെ പറഞ്ഞിട്ട് പോയത് താങ്കൾ കേട്ടില്ലേ? ആരും പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റ്, നിങ്ങള്, അങ്ങനെ കുറച്ച് ചാനലുകളുണ്ട്. അതായത് അപ്പൊ താങ്കൾ പറയുന്നത് ഡൽഹിയിൽ അങ്ങനെ ചർച്ചയൊന്നും നടന്നിട്ടില്ല, അവിടെ രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല, ഒരുമിച്ച് പോകുമെന്ന് അവരാരും പറഞ്ഞുമില്ല എന്ന് അല്ലേ? നിങ്ങൾ കേട്ടോ? നിങ്ങൾ ശരി, ഓക്കെ. എന്താ താങ്കള് ആ വാർത്തകളൊക്കെ കാണുക? ഞങ്ങളെ ആരെയും ആകാശത്ത് നിന്ന് ഞങ്ങൾ സൃഷ്ടിച്ച വാർത്തകളല്ല ഹംസ. ഇതൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ നടന്ന കാര്യങ്ങൾ ആളുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥവുമില്ല. അത് കൃത്യമായി തന്നെ താൻ പറയുന്ന അർത്ഥം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രപ്രവർത്തനം അല്ലത്. അത് താൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ശ്രീ ഹംസ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാലത്തെ പത്രപ്രവർത്തനം അല്ല ഇപ്പോൾ. കാലം മാറിയതിനനുസരിച്ച് പത്രപ്രവർത്തനം മാറിയിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കാലൊക്കെ ആയിട്ടുള്ള പത്രപ്രവർത്തനം, അത് മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ആരാണ് താങ്കൾ ആർക്കെങ്കിലും കോഴിക്കാൽ കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വിഷയമായിരുന്നു? എന്താണ് കുഴപ്പം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്? ശ്രീ ഹംസ, ഈ വിഷയം ഒരു മാസമായിട്ടല്ലോ. എന്തിനാണ് ഹൈക്കമാൻഡിലേക്ക് നേതാക്കളെല്ലാം വിളിപ്പിച്ചത്? രാഹുൽ ഗാന്ധി ഇവരെല്ലാം 3 മിനിറ്റ് കൊടുത്ത് പ്രത്യേകമായി ചർച്ച നടത്തിയതിനാണ്. ഒരുമിച്ച് നേതാക്കളെല്ലാം കൂടെ നിരത്തി നിർത്തി വാർത്താ സമ്മേളനം നടത്തിയതിനാണ്. ഒരു മിനിറ്റ്. പാർട്ടി പ്രവർത്തക സമിതി കൂടി, പാർട്ടി KPCC കൂടി, അത് കോൺഗ്രസിനകത്ത് എന്തോ പ്രശ്നം നിങ്ങളാണ് പാർട്ടി കമ്മിറ്റി കൂടാൻ പിന്നെ പുറത്തു വന്ന് ഞങ്ങളെല്ലാം ഐക്യത്തോടു കൂടിയാണ് പോകുന്നത് പറയേണ്ട കാര്യമുണ്ടോ? ആരെ ഐക്യത്തോടു പറഞ്ഞില്ലല്ലോ? പാർട്ടി പറഞ്ഞില്ലേ? താങ്കൾ ഇന്നലെ അവരുടെ BJP പ്രസിഡന്റ്, CPM BJPയിലെ പ്രശ്നമല്ല ഹംസ. ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. കോൺഗ്രസിലെ പ്രശ്നം കോൺഗ്രസ് പൊതുവെ എടുത്തിട്ട് ഒരു മാസത്തിന് വെള്ളെങ്കിലുമായി. അല്ല, അവരെ പേടിച്ചിട്ട് നിങ്ങൾ ചർച്ച ചെയ്യില്ല. ആരെ പേടിച്ചിട്ട്? താങ്കൾ ഈ പൊതുവേദി കാണാറില്ലേ? ഒക്കെ കാണാറുണ്ട്. കാണാറുണ്ട്. താങ്കൾ ഇതുവരെ ഒരു മാസം പൊതുവേദി നേരെ എടുക്കുക, യൂട്യൂബിൽ എടുക്കുക. യൂട്യൂബിൽ ഒരു മാസം പൊതുവായിട്ട് കാണാൻ താങ്കൾക്ക് എത്ര ദിവസം BJP ചർച്ച ചെയ്തിട്ടുണ്ട്, CPM ചർച്ച ചെയ്തിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞേക്കൂ. നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മുതൽ ഞങ്ങൾ ഈ ചാനൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതായിരിക്കും ആദ്യം മനസ്സിലാക്കി. പിന്നെ ആടിനെ പട്ടിയാക്കേണ്ട വീരൊന്നും ഞങ്ങൾ ഒരു ആടിനെയും പട്ടിയാക്കുന്നില്ല. ആടിനെ ആടായിട്ടും പട്ടിയെ പട്ടിയായിട്ടും പറയും. പക്ഷെ പട്ടിയെ കാണിച്ചിട്ട് ഇത് ആടാണെന്ന് പറയരുത്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് വലിയ വിഷമമുണ്ടെന്ന് തോന്നുന്നു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ. അങ്ങനെ ഞങ്ങൾക്ക് പ്രേക്ഷകരോടുകൂടി തന്നെ പറയുകയാണ്, ഈ പൊതുവേദിയുടെ മറ്റ് വിഷയങ്ങളൊക്കെ ലെക്കകളൊക്കെ പുറകെ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് അതെല്ലാം ലഭ്യമാണ്. എല്ലാ പാർട്ടിയിലെയും വിഷയങ്ങൾ ചർച്ചയുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ വിഷയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അങ്ങനെ കാര്യമായ ചർച്ചയിലേക്ക് വന്നില്ല. തരൂർ വിഷയം മാത്രമാണ് ചർച്ചയ്ക്ക് വന്നത്. ഇടയ്ക്ക് മറ്റു പാർട്ടികളിലെ എല്ലാ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ പാർട്ടിക്കാർക്കെല്ലാം സമാനമായ രീതിയിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പ്രതിഷേധം പ്രകടിപ്പിച്ച പോലെ തന്നെ BJPക്കാരും CPMമാരും ഒക്കെ പ്രതിഷേധം പ്രകടിപ്പിക്കാറുണ്ട്. അത് സ്വാഭാവികവുമാണ്. ഇതൊന്നും ഇല്ല, ഞങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ
നിന്ന് ഉണ്ടാക്കിയാണ് ഈ വാർത്തകളെല്ലാം വരുന്നതെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയായി പോകും. ശ്രീ അച്യുതനാണ് പാലക്കാട് നിന്ന്. ശ്രീ അച്യുതൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു അവർ തമ്മിൽ വലിയ ഐക്യത്തിലാണെന്ന്. നമുക്ക് വിശ്വസിക്കാമോ? പാലക്കാടല്ല, കോഴിക്കോടാണ്. കോഴിക്കോടാണ്, ക്ഷമിക്കണം, പാലക്കാട് നിന്നാണ് ഇവർ എഴുതിയിട്ടത്, അതുകൊണ്ടാണ് തെറ്റിപ്പോയതാണ്. കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെയാണ് ശ്രീ അച്യുതൻ? കോഴിക്കോട് ഒളവണ്ണ. ഒളവണ്ണ, ഓക്കെ, ശരി. ഒളവണ്ണയിൽ നിന്ന് ശ്രീ അച്യുതൻ പറയൂ. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിന്റെ ഇടയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസിൽ അത് പിടിച്ചു നിർത്താൻ കഴിക്കാത്ത പ്രശ്നങ്ങൾ നെഹ്റുള്ള കാലത്തെ ഉള്ളതാണ്. അത് ഇപ്പം പറഞ്ഞാല് ചെറിയ ചെറുപ്പക്കാരെ അതിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാത്ത പ്രശ്നങ്ങൾ കൂടുതലുണ്ട്. അത് CPM-ലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്തൊരു രാഷ്ട്രീയം അല്ലാത്തൊരു ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം പ്രേമചന്ദ്രനെ പോലെ ഉള്ള ആൾക്കാർ വന്നാല് ആൾക്കാർ അതിന് വോട്ട് ചെയ്യും. മാർക്സിസ്റ്റ് പാർട്ടിന്റെ ഇപ്പൊ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു ജാതി രാഷ്ട്രീയത്തിന്റെ കളിയാണ്. അതേമാതിരി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ. കേരളത്തിലെ നേതാക്കന്മാരെ ഹൈക്കമാൻഡിലേക്ക് വിളിക്കാൻ കേരളത്തിലെ പ്രശ്നങ്ങൾ രൂക്ഷമായ കാരണം കൊണ്ടാണ് ഹൈക്കമാൻഡ് വിളിക്കാൻ കാരണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തുനിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്നറിയാം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ നേതാക്കന്മാർ പറയുന്ന വാക്കുകൾ ഇപ്പോൾ വിശ്വസിക്കാമോ? നമസ്കാരം. നമസ്കാരം. ഞാൻ പൊതുവേദിയിൽ വിളിക്കാതിരുന്ന ഏക ദിവസം ഇന്നലെ ഉള്ളായിരുന്നു. ശരി, പറഞ്ഞോളൂ. കാരണം ഇന്നലെ ഞങ്ങളുടെ കായംകുളം നിയോജക മണ്ഡലം കൺവെൻഷൻ ആയിരുന്നു. ശരി. 156 വാർഡിലെ പ്രസിഡന്റുമാരും മുതൽ മേളിലോട്ട് KPCC ജനറൽ സെക്രട്ടറി വരെ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. കായംകുളത്ത് ഇപ്പോഴേ സ്ഥാനാർത്ഥിയൊക്കെ ആവാൻ പലരുടെയും പേരുകളൊക്കെ കേൾക്കുന്നല്ലോ. ഇല്ലില്ല, ഒന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ ചില പേരുകളൊക്കെ കേട്ടോ, അതുകൊണ്ട് ചോദിച്ചാണ്. എന്തായാലും പോട്ടെ, പറ. 2006 ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം പോയതാ. അന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് കോൺഗ്രസ് നിർത്തിയത്. അത് കാരണം 20 വർഷമായി ഞങ്ങളുടെ അന്ന് പിടിച്ചെടുത്താൽ. അതിനു മുമ്പും ഇടതുപക്ഷത്തിന്റെ കയ്യിലല്ലായിരുന്നോ കായംകുളം മണ്ഡലം? ജി സുധാകരനല്ലായിരുന്നു? അല്ല, ഞങ്ങളുടെ 2000 MMSന് മുമ്പ് ആരായിരുന്നു? അതെ, വന്നും പോയി നിൽക്കുന്നതാ. ഇതിപ്പോ തുടർച്ചയായി 20 വർഷം കൊണ്ട് ഞങ്ങളുടെ പോയെന്നുള്ളത്. ഈ പ്രാവശ്യം തീർത്തും ഞങ്ങള് ഈ മണ്ഡലം പിടിച്ചിരിക്കും. കാരണം കോൺഗ്രസിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഈ കോൺഗ്രസ് എന്നുള്ളതല്ല, എല്ലാ പാർട്ടിക്കാരോടും പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ ഈ നേതാക്കന്മാർക്ക് ആ കസേരയിൽ നിന്നും വിട്ടുകൊടുക്കണം, മാറിക്കൊടുക്കണം. കാരണം ചെറുപ്പക്കാരിങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് കൂടെ ഒരു സൗകര്യം എല്ലാ പാർട്ടിക്കാരും ചെയ്തു കൊടുക്കണം. 70-60 വയസ്സ് കഴിഞ്ഞവരൊക്കെ പോയി പെൻഷൻ 17,000 രൂപ പെൻഷൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചാൽ ജീവിച്ചാൽ പോലെ. ശരി, ഓക്കെ. കോൺഗ്രസ് കായംകുളത്ത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ചെറുപ്പക്കാരിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചല്ലേ? അതെ, കിട്ടിയില്ല. കാരണം 2ാം തവണ ജയിച്ചത്. ശരി. ശ്രീ രാജുവാണ് ഒറ്റപ്പാലത്ത് നിന്ന്. ശ്രീ രാജു, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ നേതാക്കന്മാരുടെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാമോ? നമസ്കാരം. നമസ്കാരം. നേതാക്കന്മാരുടെ വാക്കുകളെ വിശ്വസിക്കാമോ എന്നുള്ളതിനേക്കാൾ പ്രധാനം കോൺഗ്രസിന് കേരളത്തിലെ ജനങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം? കേരള സംസ്ഥാനത്തെ ജനങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ മുൻനിർത്തി കേരള ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നടപടി കേന്ദ്രം കേരളത്തെ വളരെ ക്രൂരമായിട്ട്, മനുഷ്യവിരുദ്ധമായിട്ട് ഒരു സമൂഹത്തോടും ഒരു സ്റ്റേറ്റിനോടും ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത തരത്തിൽ കേരളത്തെ അവഗണിക്കുമ്പോൾ ആ അവഗണനയ്ക്കെതിരായിട്ട് ഒരക്ഷരം ഉരിയാടാൻ മലയാളികളായിട്ടുള്ള മനുഷ്യന്മാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ. ശ്രീ രാജു, അങ്ങനെ പറയാൻ കഴിയുമോ? പാർലമെന്റിലൊക്കെ എത്രയോ തവണ കേരളത്തിന്റെ ശബ്ദം ഉയർത്തിയത് കോൺഗ്രസിന്റെ എംപിമാരല്ലേ? നമ്മൾ അങ്ങനെ പൂർണ്ണമായും ചില കാര്യങ്ങളിലൊക്കെ വ്യത്യസ്ത അഭിപ്രായം കാണും, പക്ഷേ പൂർണ്ണമായും ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കടന്ന കൈയായി. ഏത് വിഷയത്തിലാണ് കോൺഗ്രസ് കേരളത്തിന്റെ? ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ വിഷയങ്ങളിലെല്ലാം ആരാണ് പാർലമെന്റ് മുന്നിൽ പ്രതിഷേധിച്ചതും? പാർലമെന്റിലെ എംപിമാരെല്ലാം കോൺഗ്രസ്സുകാരല്ലേ? അവരല്ലേ പ്രതിഷേധിച്ചത്? പാർലമെന്റിനുള്ളിൽ പ്രതിഷേധിച്ചത് അവരല്ലേ? അവരെ പൂർണ്ണമായും നമുക്ക് തള്ളില്ല. അവർക്ക് ഒരു വിമർശനമൊക്കെ ഉന്നയിക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല.
അങ്ങ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ പറഞ്ഞാൽ ഞാനത് ഏറ്റവും അവസാനം എന്താണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പാർലമെന്റ് പുറത്തു നിന്നടക്കം കേരളം പ്രതിഷേധിച്ചല്ലേ? വയനാടിന് സഹായത്തിന് വേണ്ടി വയനാട്ടിലെ കേരളത്തിലെ എംപിമാരെല്ലാം നിന്ന് പ്രതിഷേധിച്ചല്ലേ? അതൊന്നും താങ്കൾ കണ്ടില്ലേ? ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് പറഞ്ഞത്. പിന്നോട്ടുള്ള ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഒരു 10 കൂടി പറയാം. അല്ല, മെനഞ്ഞാന്ന് വന്ന ഉദാഹരണം ഞാൻ പറയാം. വയനാട്ടിന്റെ ജനപ്രതിനിധി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഒരു നിവേദനം പോലും LDF ആവശ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് ഒരു നിവേദനം പോലും അങ്ങനെയല്ല ശ്രീരാജു, പാർലമെന്റിൽ തന്നെ പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. അവരുടെ കന്നി പ്രസംഗത്തിൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി അവർ കന്നി പ്രസംഗത്തിൽ തന്നെ അവർ ആവശ്യപ്പെട്ടാണ്. പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് എഴുതി കൊടുക്കേണ്ടത്? പാർലമെന്റിനുള്ളിൽ ഉന്നയിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമല്ലേ? കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷമാണ്. അതെങ്ങനെയാണ് ശ്രീരാജു? അവരുടെ കന്നി പ്രസംഗം ലൈവായി നമ്മളെല്ലാം കേട്ടതല്ലേ? അതിനകത്ത് വയനാടിന്റെ വിഷയം പ്രത്യേകമായി പറഞ്ഞതല്ലേ? ഇക്കാര്യങ്ങൾ പ്രത്യേകമായി ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിച്ചതിന് ശേഷമാണ്. അതെങ്ങനെയാണ് രാജു? ഞാനതിലെ ചോദിച്ചത്. അവർ ആദ്യ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതല്ലേ? ഞാൻ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചോളൂ, ഒരിക്കലും പറഞ്ഞില്ല എന്ന് പറയരുത്. ചില കാര്യങ്ങളിൽ പറഞ്ഞില്ല, യോജിച്ചു നിന്നില്ല, അത്തരം വിമർശനങ്ങൾ ശരിയാണ്. അത് താങ്കൾക്ക് പറയാം. നോക്കൂ, ഞാൻ പറയാം. ഇന്നലെ തന്നെ കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ആദ്യം കോൺഗ്രസ് നിയമസഭയിൽ പറഞ്ഞു ഒന്നിച്ച് സമരം ചെയ്യാമെന്ന്. ഇന്നലെ കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുത്തത്? കേരളത്തിൽ രണ്ടായി നിൽക്കുമ്പോൾ കേരളത്തിൽ CPM നിൽക്കുന്ന കാലത്ത് കോൺഗ്രസ് ഒരുമിച്ച് അവരെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉന്നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവര് കേരളത്തെ പ്രതിനിധിക്കാൻ എന്ത് അർഹതയാണുള്ളത്? കേരളത്തിലെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ശ്രീരാജു. അവര് കേരളത്തിലെ പൊതുവായ വിഷയങ്ങളൊക്കെ സർക്കാർ വിളിക്കുമ്പോഴുള്ള അതിനെല്ലാം ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം തയ്യാറാകും. അത് കോൺഗ്രസ് ആയാലും CPM ആയാലും തയ്യാറാകും. കേരളത്തിന് അർഹമായ കേന്ദ്ര വിഹിതം നൽകാത്തത്, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ മേഖലയിലും കേന്ദ്രത്തെ അവഗണിക്കുന്നത്, എയിംസ് തരുന്നില്ല, ഒരു താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കുറെ കൂടി ഇത്ര വിശദമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുറെ കൂടി സാധാരണ ഒരു ആൾ പറയുന്ന പോലെ താങ്കൾ എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ അറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു. പക്ഷെ അത് പറയുമ്പോൾ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി പറയാം. വിമർശനങ്ങൾ ഉള്ള വിഷയങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് തന്നെ വിമർശനം ഉന്നയിക്കുക, അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ആരും ഒന്നും ചെയ്തില്ല, ഞങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ എന്ന് ഏത് പാർട്ടിക്കാർ പറഞ്ഞാലും സ്വാഭാവികമായും അതിനെതിരായും അഭിപ്രായങ്ങൾ ഉണ്ടാവും. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കോൺഗ്രസിലെ ഐക്യം എന്ന് പറയുന്ന നേതാക്കൾ പുറമേക്ക് വാക്കുകൊണ്ട് പറയുന്ന ഐക്യം കോൺഗ്രസിൽ സാധ്യമാകുമോ? നമസ്കാരം. ഈ കോൺഗ്രസിൽ ഐക്യം ഇല്ല എന്നുള്ളത് ആരും കോൺഗ്രസ്സുകാരും പറഞ്ഞു കേട്ടില്ല, ഈ മാധ്യമങ്ങളല്ലാതെ. കോൺഗ്രസിൽ ഐക്യം ഇല്ലെങ്കിൽ ശശി തരൂര് ജയിക്കുമായിരുന്നോ? ജയിക്കൂലല്ലോ. ഈ ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പൊക്കെ ജയിക്കുമായിരുന്നോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് തോറ്റത്. ഏത് നിയമസഭ? കഴിഞ്ഞ നിയമസഭ. അതെ, അതല്ലേ? അതെ. ഈ കിറ്റ് കൊടുത്തിട്ട് ആൾക്കാരെ വോട്ട് പിടിച്ചിട്ട് കേരളത്തിലെ ആളുകളെല്ലാം ഒരു കിറ്റ് കൊടുത്തപ്പോഴത്തേക്ക് മാറി തിരിച്ചു വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയായി പോകും. കിറ്റ് കൊടുത്തതല്ലേ? കോൺഗ്രസ്സുകാർ ഐക്യത്തോടു കൂടി നിന്നിരുന്നെങ്കിൽ, കോൺഗ്രസിലെ സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കമില്ലായിരുന്നെങ്കിൽ മിനിമം ജയിക്കുമായിരുന്ന മണ്ഡലങ്ങളെ കുറിച്ച് അന്നത്തെ KPCC പ്രസിഡന്റ് തന്നെ റിപ്പോർട്ട് കൊടുത്തതല്ലേ? ഈ കിറ്റ് കൊടുത്തുണ്ടാക്കിയ MLA കേരളത്തിലെ ആളുകളെല്ലാം അത്ര മണ്ടന്മാരാണെന്നാണ്. ഒരു കിറ്റ് കൊടുത്താൽ 100-600 രൂപ വിലയുള്ള ഒരു കിറ്റ് കൊടുത്താൽ അങ്ങ് വോട്ട് മറിച്ചു കൊടുക്കുമോ? കിറ്റ് കൊടുത്ത മാത്രമല്ല, ഇത്തവണയും കൂടി ഒരു കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തവണയും കോൺഗ്രസ് കിട്ടില്ലെന്ന് താങ്കൾക്ക് ഉറപ്പിക്കാമല്ലോ. ഏതാ? ഇത്തവണയും കൂടി ഒരു കിറ്റ് ഈ സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത്തവണയും കോൺഗ്രസ് കിട്ടില്ലെന്ന് താങ്കൾക്ക് അങ്ങ് ഉറപ്പിക്കാമല്ലോ. അല്ല, അതിപ്പോ ബോധ്യമായി, ജനത്തിന് ബോധ്യമായി. ഇത്രയും കഷ്ടപ്പെടുത്തി കൊല്ലാക്കൊല ചെയ്തിട്ട് ഇനി കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരെണ്ണം പോലും കിട്ടാതെയാവും. ഇനി കിറ്റ് കൊടുത്ത് വാങ്ങിക്കട്ടെ. ശ്രീ ജയകുമാർ, അപ്പൊ താങ്കൾ പറയുന്നത് കോൺഗ്രസിൽ ഒരു അനൈക്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല, കോൺഗ്രസിന്റെ തോൽവിക്കൊന്നും അങ്ങനെ അനൈക്യം കാരണമായിട്ടില്ല എന്നല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ആരെങ്കിലും പാർട്ടി ആഫീസ് പൂട്ടിയിട്ടിട്ടുണ്ടോ? ഇവര് കോൺഗ്രസ്സുകാര് പൂട്ടിയിട്ടിട്ടുണ്ടോ? ആരെങ്കിലും മുഖ്യമന്ത്രി ആവണമെന്ന് ജയകുമാർ, കോൺഗ്രസിലെ മറ്റു പാർട്ടികൾ തമ്മിലടി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിലെ തമ്മിലടി പോലെ പരസ്യമായി തെരുവിൽ വിഴുപ്പലക്കിയ ഒരു പാർട്ടി എന്തായാലും കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട പാർട്ടികൾ കോൺഗ്രസ് പോലെ മറ്റൊരു പാർട്ടി കാണില്ല. അത് ശരി. ഇലക്ഷൻ ആളെ നിയമിച്ചപ്പോഴത്തേക്ക് പ്രകടനമായിട്ട് എല്ലാ ഇതിലും MLA-മാരെ നിർത്തിയപ്പോ കഴിഞ്ഞ അസംബ്ലിയിൽ പ്രകടനം നടത്തിയതൊക്കെ ആരാണ്? കോൺഗ്രസ് നടത്തിയത്. എവിടെയാണ്? കോൺഗ്രസ് ആണോ നടത്തിയത്? ഏതാണ് മനസ്സിലായില്ല. കാണുന്നില്ലേ? ആരും ഇത് കാണുന്നില്ലേ? ഏതാണ് മനസ്സിലായില്ല. ഈ കഴിഞ്ഞ അസംബ്ലിയിലെ അവര് കാൻഡിഡേറ്റ് നിശ്ചയിച്ചപ്പോഴത്തേക്ക് ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രകടനം നടത്തിയതൊക്കെ എവിടെയാണ് ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രകടനം നടന്നത്? ശരി. ഇതിപ്പോ ഓരോന്ന് കൊണ്ടുവന്നാലും താങ്കൾ അത് എവിടെയാണ് ജയകുമാർ പറയൂ. ഞാൻ കാര്യം താങ്കൾ VS അച്യുതാനന്ദനെ പണ്ട് മത്സരിപ്പിക്കാത്ത കാലത്ത് നടന്ന പ്രകടനത്തെ കുറിച്ചാണ് പറയുന്നതെന്ന്. അതുണ്ടായിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറഞ്ഞില്ല. കഴിഞ്ഞ തവണ എവിടെ ഉണ്ടായി?
കഴിഞ്ഞ തവണയെ ഇവിടെ ഗ്രൂപ്പും പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ? എവിടെ അങ്ങനെ എന്തായാലും ഉള്ളിൽ പ്രശ്നങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരെ പോലെ അങ്ങനെ മറ്റു പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പുറമേക്ക് വന്ന് പരസ്യമായി തല്ലി തീർക്കുകയും അല്ലെങ്കിൽ വിഴിപ്പലക്കുകയും ചെയ്യുന്നത് കുറവാണ്, വളരെ കുറവാണ്. പിന്നെ അതെങ്കിലും അംഗീകരിക്കും ശ്രീ ജയകുമാർ. നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവുന്ന ഏതെങ്കിലും ശരി, ഓക്കെ, ജയകുമാർ സമ്മതിക്കുന്നില്ല. എന്തായാലും ജയകുമാർ തന്നെ പിന്നോട്ട് കേരളത്തിലെ പാർട്ടികളുടെ ചരിത്രം നോക്കൂ ജയകുമാർ, അപ്പോൾ മനസ്സിലാവും കേരളത്തിൽ ഏത് പാർട്ടിയിൽ നിന്നാണ് അധികാരത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയൊക്കെയുള്ള തർക്കങ്ങളും വിഴിപ്പലക്കലുകളും പരസ്യമായി കൂടുതൽ വന്നിട്ടുള്ളതെന്ന്. അത് വ്യക്തമാകുമ്പോൾ താങ്കൾക്ക് മനസ്സിലാവും. ശ്രീ ഷാനൂരാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാനൂർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നേതാക്കളെല്ലാം പറയുന്നു ഞങ്ങൾ ഐക്യത്തോടു കൂടി പോവുകയാണ്, മുഖ്യമന്ത്രി ജയിച്ചാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് വി.ഡി. സതീശനും കെ. സുധാകരനും ഒക്കെ പറയുന്ന രീതിയിലേക്ക്. എന്തായിരിക്കും ഈ ഐക്യത്തെ അല്ലെങ്കിൽ ഇവരുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുമോ? നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. ഇപ്പോ എനിക്ക് പറയുവാനുള്ളത്, കോൺഗ്രസിനകത്ത് വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തിനായിരുന്നു ഇവരെല്ലാവരും ഒരുമിച്ച് അവിടെ വിളിച്ച് ചർച്ചയൊക്കെ നടത്തിയത്? അത് ഒരുമിച്ച്, അതായത് ഒരു നാഷണൽ പാർട്ടിയാണ് ഇന്ത്യയിൽ, അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ എല്ലാരെയും അങ്ങോട്ട് പോയി നോക്കാൻ പറ്റത്തില്ല. നേതാക്കന്മാരെ എല്ലാം അങ്ങ് ഡൽഹിയിലോട്ട് വിളിപ്പിക്കും. ഇപ്പൊ എനിക്ക് മുമ്പ് രാജു എന്ന് പറഞ്ഞൊരു സുഹൃത്ത് പറഞ്ഞപ്പോൾ കിരൺ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഇതുവരെ പാർലമെന്റിന് പുറത്ത് കേരളത്തിന് വേണ്ടി ഒരു സമരവും ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ എണ്ണി ഈ വയനാട് ഞാൻ തന്നെ കൃത്യമായി മറുപടി പറഞ്ഞിരുന്നു. അങ്ങനെ ഒന്നും ചെയ്തില്ലെന്ന് പറയില്ല. പ്രിയങ്ക ഗാന്ധി അടക്കം ചെയ്ത സമരം ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ല, എന്റെ ശബ്ദം ഇപ്പോഴാ രാജു കേൾക്കും. അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു. അദ്ദേഹം താങ്കളെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇടതുപക്ഷ പ്രവർത്തകരാണ്, താങ്കൾ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ അതുപോലെയാണ്. എങ്കിലും ഒരു സാമാന്യമായിട്ടൊരു സാമൂഹ്യ നീതി. അല്ല, അത് പോട്ടെ, അത് നമുക്ക് ഞാൻ തന്നെ കൃത്യമായി പറഞ്ഞല്ലോ. അപ്പൊ താങ്കൾ ഇത് പറ, ഈ കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ഇവരുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള പറ. നിലവിൽ ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസിന്റെ ഒരു പോസിറ്റീവ് ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട്. അപ്പോൾ നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാം. അതാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM-ഉം തമ്മിൽ തിരിച്ച് അല്ലെങ്കിൽ മറിച്ച് CPM-ലാണ് ഇങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് പറഞ്ഞാൽ അവരുടെ വീടിന്റെ മുന്നിൽ മാഷാ അള്ളാ എന്ന് എഴുതിയ മറ്റ് കോൺഗ്രസ് അല്ലാതെ മറ്റു പാർട്ടികളിലൊക്കെ ഇങ്ങനെ വിഷയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് അല്ലാതെ മറ്റു പാർട്ടികൾ വിഷയമുണ്ടെങ്കിൽ അവർ പാർട്ടിക്കുള്ളിൽ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് ആ ചർച്ച അവിടെ കൊണ്ട് പരിഹരിക്കും, പുറത്തു വന്ന് പറയില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. അല്ല, ഇന്നലെ കെ. മുരളീധരൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ AICCയുടെ തീരുമാനം അവസാനം എന്ത് തീരുമാനം വരുന്നോ ആ തീരുമാനത്തെ അംഗീകരിക്കും. അതാണ് കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയും. അത് സ്വരൂപിച്ച് ഒരു അഭിപ്രായമായിട്ട് പുറത്തു വരും. അല്ല, കൊല്ലത്തൊന്നല്ല കിരൺ ബാബു. നാളെ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ 110 സീറ്റിലും ജയിക്കും. കൊല്ലം എന്നുള്ളതല്ല, അതായത് CPM-ന്റെ ഈറ്റിലും കണ്ണൂരല്ല, കൊല്ലമാണ്. പക്ഷെ നാളെ പ്രഖ്യാപിച്ചാൽ 11 ഞങ്ങൾ ജയിക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ്. കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരു 5-6 എനിക്ക് തോന്നുന്നു 6 അതിനു മേലുള്ള പിന്നോട്ട് പോയാലും കോൺഗ്രസ് അങ്ങനെ ഒരു ജയിച്ച ചരിത്രം കൊല്ലത്തില്ല. അല്ല, ആ ചരിത്രം മാറിയില്ലേ? ജനം കാത്തു നിൽക്കല്ലേ. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഒന്നും കൊല്ലത്ത് നിന്ന് ആകെ ഉണ്ടായിരുന്ന MLA-മാർ എത്രയാണെന്ന് അറിയാമല്ലോ. എന്റെ കിരൺ ബാബു, അന്നത്തെ അല്ല രാഷ്ട്രീയം ഇന്ന് മാറിയില്ലേ? ശരി, ഓക്കെ, എന്തായാലും താങ്കളെ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത് ഈ കോൺഗ്രസിലെ നേതാക്കളുടെ ആ ഐക്യം ഒരു യാഥാർത്ഥ്യമായി നമുക്ക് കരുതാനാവുമോ? ഈ ഐക്യം മുന്നോട്ട് തുടരുമെന്നും പറയാൻ പറ്റത്തില്ല. കോൺഗ്രസിന്റെ കാര്യമാണ്. പിന്നെ ഈ ജനാധിപത്യ പാർട്ടിയല്ലേ, അപ്പൊ ഇതേപോലെ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. ഈ കോൺഗ്രസിന് മാത്രമേ ഇത് അഭിപ്രായങ്ങൾ പുറത്ത് സ്വതന്ത്രമായി പറയാനുള്ള ഒരു പേടിയില്ലാതെ പറയാൻ പറ്റുന്ന ഒരു പാർട്ടി കോൺഗ്രസേ ഉള്ളൂ. 4-3-7 അംഗങ്ങളുള്ള NCP-യിൽ പോലും പ്രശ്നങ്ങളാണ്. ഇതിപ്പം കന്യാകുമാരി വരെ കാശ്മീർ വരെയുള്ള ഈ പാർട്ടിയിൽ, ഈ ജനാധിപത്യ പാർട്ടിയിൽ ഈ പ്രശ്നം നടക്കുന്നു എന്ന് പറയുന്നത് വലിയ ഇതായിട്ട് കാണണ്ട. കാരണം CPM-ലൊന്നും അഭിപ്രായം നമുക്ക് പുറത്തിറങ്ങി പറയാൻ പറ്റത്തില്ല. കാരണം പിറ്റത്തെ ദിവസം അവിടെ എന്തെങ്കിലും ഒരു വണ്ടി വന്ന് നിൽക്കും. അതാണ് അവസ്ഥ. ഒരു ബ്രാഞ്ചിൽ പോലും നമുക്ക് സ്വതന്ത്രമായ ഒരു ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചപ്പോഴത്തേക്ക് അയാൾ പബ്ലിക്കായിട്ട് പറഞ്ഞു എന്റെ മോൻ തെറ്റുപറ്റിയെന്ന്. പക്ഷെ നമ്മളൊരു പ്രതിഭ MLA-യുടെ മകനെ
ആ കേസിൽ പിടിച്ചപ്പം അതിൽ എനിക്കൊരു സംശയമുള്ളത് 9 പ്രതികളിൽ 3 പ്രതികളെ പിന്നെ അതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി എന്ന് പറയുന്നത് കേട്ടു. ശ്രീ സന്തോഷ്, ആ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിൽ അന്ന് മുതലേ ചില സംശയങ്ങളൊക്കെ ഉള്ളത് കൂടിയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം പോകാൻ നിർവാഹമില്ല. നമ്മൾ ചർച്ച ചെയ്ത വിഷയം അതല്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി എക്സൈസ് ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ കാണിച്ചെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന് മേൽ നടപടി എടുക്കേണ്ടി വരും. ആ വാർത്ത വായിച്ചാൽ തന്നെ ഒരു സാമാന്യ ബോധമുള്ളവർക്കൊക്കെ ആ വാർത്ത വായിച്ചാൽ തന്നെ എവിടെയാണ് കൂടുതൽ ശരിയെന്നൊക്കെ അറിയാം. പക്ഷെ എന്തായാലും അത്തരം ചർച്ചകളിലേക്ക് തൽക്കാലം പോകുന്നില്ല. ഒറ്റ സെക്കൻഡ് 9 പ്രതികളുള്ളതില് 3 പ്രതികളെ മാത്രം എങ്ങനെയാണ് ഇവരെ ടെസ്റ്റ് ചെയ്തത്? ബാക്കി 6 പ്രതികളെ ഇവരെ ടെസ്റ്റ് ചെയ്തില്ലേ? ശ്രീ സന്തോഷ്, ഞാൻ പറഞ്ഞല്ലോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് തൽക്കാലം പോകാൻ നമുക്ക് നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. ശ്രീ നസീറാണ് കൊല്ലത്തുനിന്ന്. ശ്രീ നസീർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിൽ ഐക്യം രൂപപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പം സ്റ്റേറ്റ് തലത്തിലായാലും നമ്മുടെ നാഷണൽ തലത്തിലായാലും കോൺഗ്രസ് സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇനി ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ UDF-നെ സംബന്ധിച്ച് അതൊരു പ്രായോഗികമായ കാര്യമല്ല. അവർക്കറിയാം. കേന്ദ്രത്തിലും പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ തുടർഭരണം എന്നുള്ളത് പണ്ടത്തെ തുടർഭരണമല്ല, ഭരണ മികവ് കൊണ്ടുള്ള തുടർഭരണമല്ല. എങ്ങനെ ഭരിക്കുന്നവർക്ക് എങ്ങനെ വീണ്ടും അധികാരത്തിൽ വരാം എന്നുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അറിയുന്നവരാണ് ഇന്നത്തെ നേതാക്കന്മാർ, ഏത് പാർട്ടിയിലായാലും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ ഇവിടുത്തെ. അതുകൊണ്ട് ഏത് തരത്തിലും ഐക്യം ഊട്ടി ഉറപ്പിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വീണ്ടും മൂന്നാമത് കേരളത്തിൽ LDF വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു സീറ്റിലെങ്കിലും. കാരണം 99 സീറ്റ് കിടക്കുകയാണ്. ഈ ഒരു വ്യക്തമായ ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐക്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നാണ് എന്റെ വിശ്വാസം. ശരി, താങ്കൾ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം. ഒരു കാര്യം പറയുമ്പോ പിണക്കാൻ തോന്നരുത്. കാര്യം ഈ വിഷയം കൊണ്ടുവന്ന് കിരൺ മേടിച്ചു കൂട്ടും. കാര്യം എന്താണെന്നറിയാവോ? നിങ്ങൾ ഒരു കാര്യം, കിരണിന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം ഈ വിഷയത്തെ കോൺഗ്രസിനെതിരായിട്ട് തിരിച്ചുവിടുന്നതായിട്ട് രീതിയില്ലാത്ത രീതി. അത് കിരണിന് പറ്റുന്ന അവസ്ഥയാണത്. കിരൺ അനുകൂലിച്ച് പറയരുത്, നിഷ്പക്ഷമായിട്ട് ഒന്ന് സംസാരിക്കുക. ശശിധരൻ, ഞാൻ ഈ വിഷയത്തിൽ എവിടെയാണ് കോൺഗ്രസിനെതിരെ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞു. എവിടെയാണ് പറഞ്ഞത്? ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ഞാൻ പറയാം. കിരണിന്റെ ചോദ്യം ഉണ്ടല്ലോ, എന്നിട്ടെന്തേ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റെന്നൊരു കഴിഞ്ഞ മുമ്പ് വിളിച്ച കോൺഗ്രസ്സുകാരനോട് ചോദിച്ചു. ഞാനൊന്നും ചോദിക്കട്ടെ കിരൺ, എന്നിട്ടെന്തേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് കിരൺ ചോദിച്ചില്ലേ? അതെ, ആ ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറഞ്ഞു തരാം. നീ പറയൂ. പിന്നെ 99 സീറ്റ് മേടിച്ചവരാണ്. കഴിഞ്ഞ പാർലമെന്റിൽ മത്സരിച്ച് എത്ര ഉണ്ടായിരുന്നു? 27-28 സീറ്റ് ഉണ്ടായിരുന്നു. അതെ, ഇത് ഇലക്ഷനാണ് കിരണേ. ഇത് നിങ്ങളീ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാർ തമ്മിലടിക്കണോ ആരും വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ ഇതിലും വലിയ ഇടി കിടന്നിട്ടുണ്ട്. എന്റെയൊക്കെ പ്രായം, നിങ്ങളെക്കാൾ കൂടുതൽ പ്രായം എനിക്കുണ്ട്. അല്ല, 3 ഗ്രൂപ്പായിട്ട് മത്സരിച്ചപ്പോഴും കോൺഗ്രസ് നേടിക്കൊണ്ട് പോകുന്നുണ്ട്. കോൺഗ്രസിൽ അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. അല്ലല്ല, അത് വെറുതെ. ഞാൻ പറഞ്ഞ ആരോഗ്യം 19 സീറ്റ് 18 സീറ്റ് കിട്ടും ആരോഗ്യമില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പാർലമെന്റ് സീറ്റ് കിട്ടി 118 സീറ്റാൻ ഇവർക്ക് ആരോഗ്യമില്ല. ശരി, ഞാൻ ഒരു വിഷയം പറയട്ടെ. താങ്കൾ ഞാൻ ചോദിച്ചതിലെ വിയോജിപ്പ് പറഞ്ഞു. ഞാൻ കൃത്യമായി പറയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ പാകപ്പിഴ മുതൽ ഇലക്ഷനിലുണ്ടായ തമ്മിലടി വരെയുള്ള വിഷയങ്ങൾ വിശദമായി ചൂണ്ടിക്കാണിച്ച് അന്നത്തെ KPC പ്രസിഡന്റ് ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിലടക്കം കൃത്യമായി പറയുന്നുണ്ട്. അന്ന് നമ്മളടക്കം കണ്ടതാണല്ലോ പല സ്ഥലങ്ങളിലെയും കോൺഗ്രസിന് തമ്മിലടി കൂടി പരാജയത്തിന് ഒരു കാരണമായിട്ടുണ്ട്. ഞാൻ പറയണത് ഇത് വിഡിത്തരാന്ന്. കോൺഗ്രസിന്റെ തമ്മിലടി കണ്ട് ഏതാണ്ട് ഇപ്പൊ ഇങ്ങോട്ട് മറിഞ്ഞു പോലും വിചാരിക്കുന്ന വിഡിത്തരാന്ന് ഞാൻ പറഞ്ഞോളൂ. കാരണം പിന്നെ ഞാൻ എവിടെയാണ് അത് മറിച്ച് പറഞ്ഞതെന്നുള്ളതാണ് എന്റെ സംശയം. ഞാൻ എവിടെയാണ് മറിച്ചു പറഞ്ഞത് എന്നുള്ളതാണ് സംശയം. നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കും മനസ്സിലാക്കാം. കാരണം ഒരാളുടെ സംസാര രീതിയൊക്കെ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിവുണ്ട്. ഈ വിഷയമല്ലല്ലോ. ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേര് കാണിക്കുന്ന ആ ഒരു അക്രമവാസനെ പറ്റിയായിരുന്നു ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. അതെന്താ നിങ്ങൾ ചർച്ച ചെയ്യാൻ? ചെറുപ്പക്കാർ പിള്ളേർ കാണിക്കുന്ന അക്രമവാസയിൽ ആർക്കും അങ്ങനെ വിയോജിപ്പുള്ള ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല. അത് എനിക്കും താങ്കൾക്കും എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള, കേരളത്തിന് മുഴുവൻ ഒരേ അഭിപ്രായമാണ് ഇത് അവസാനിപ്പിക്കണമെന്ന്. എന്നിട്ട് അതൊന്നും ചർച്ച ചെയ്യാത്തന്നെ. അല്ല, എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്ന കാര്യത്തിൽ നമുക്കൊരു ചർച്ചയിൽ സമവായം ഉണ്ടാക്കേണ്ട കാര്യമില്ല. 100 ഇരട്ടി ഗൗരവമുള്ള കാര്യമാണിതെന്ന് ഞാൻ പറയും. നിങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ശരിയാണ്. 100 ഇരട്ടി അക്കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. ഒരാളിനും അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമില്ല. നിങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയാൽ ഞാൻ പറഞ്ഞ 99% ശരിയാണെന്ന് പറയാനവർ ഇവിടെ ഉണ്ടാവും. അതെ, ശ്രീ ശശിധരൻ, ഞാനും അത് അംഗീകരിക്കുന്നു. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരാളിനും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു വിഷയം നമ്മൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. ശരി, ശ്രീ ശശിധരനാണ് പറഞ്ഞത്. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസ്, താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ഐക്യ സന്ദേശത്തെ കാണുന്നത്? ശ്രീ ഏലിയാസ് പറയാം.
ശ്രീ ഉണ്ണികൃഷ്ണനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. ഉണ്ണികൃഷ്ണൻ കേൾക്കാമോ? പറഞ്ഞോളൂ. താനൂർ പറഞ്ഞതുപോലെ ഇത് അവര് 11 സീറ്റും പിടിക്കാൻ ഉള്ള സാധ്യത ഉണ്ട്. അത് അവരെ കോൺഗ്രസിന്റെ കഴിവൊന്നുമല്ല, ജനങ്ങൾ ലാസ്റ്റ് അങ്ങ് തീരുമാനിക്കുക. കാര്യം ഇന്നലെയും കൂടെ ഒരു ചെറുക്കനെ അടിച്ചു കൊല്ലുകയാണ്. അപ്പം അതിനൊക്കെ കാരണം ഈ ഭരണത്തിന്റെ പിടിപ്പുകാരാണെന്നുള്ളത് ഒരു വലിയ ഒരു വാർത്ത അങ്ങനെ നിൽക്കുക. അപ്പൊ ദിവസം നടക്കുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാരണം സ്ത്രീ സമൂഹം, അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഒറ്റയടിക്ക് ഈ ഇവന്മാര് കോൺഗ്രസ് കൊള്ളത്തില്ലെങ്കിൽ ഇവന്മാര് കൂട്ടുകാരിയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ കഴിയും. കാര്യം ഇത്രയും ദുരാച ഒരു വിഷയം ഇത്രയും സ്റ്റേറ്റിൽ അഭിമുഖീകരിക്കുന്നത് ഇന്നത്തെ സംഭവം കൂടെ ചേർത്ത് ഞാൻ പറയുക. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അവരുടെ സംഘടനാ രീതിയിൽ ഒരു വിധത്തിൽ ജയിക്കാനുള്ള സാധ്യതകളില്ല. കാര്യം അവർ 3 പേര് മുഖ്യമന്ത്രിയാവാൻ നിൽക്കുന്നു, അതിന് താഴോട്ട് 2 പേര് പാർട്ടി സെക്രട്ടറി ആവാൻ നിൽക്കുന്നു. പക്ഷെ എങ്കിലും പ്രസിഡന്റ് ആവാൻ നിൽക്കുന്നു. എങ്കിലും ഈ ഇത്തരത്തിൽ വിഷയം ദിവസം പ്രതി നടക്കുന്നുണ്ട്. ഈ ഷാനൂർ പറഞ്ഞത് ചിലപ്പോൾ അതുപോലെ നടക്കുമായിരിക്കും. ഷാനൂർ എന്റെ നെയ്ബറാ, അവനെ എന്നെ മനസ്സിലായി കളഞ്ഞില്ല. ശരി, ഓക്കെ. എന്തായാലും നിങ്ങൾ അയലത്തുകാരൊക്കെ ആയാലും വിളിച്ച് എന്തായാലും പൊതുവേദി കൂടി പരസ്പരം കേൾക്കാമല്ലോ, വലിയ സന്തോഷം. ശ്രീമതി ജയാണ്, ജയം കൊല്ലത്ത് നിന്നാണ്. ശ്രീമതി ജയ ഇനി ഇവരുടെ അയലത്തുകാരാണോ? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കിരണേ, ഈ ഐക്യം നല്ലത് തന്നെ, ഐക്യത്തിനെ അങ്ങ് വിശ്വസിക്കാം കേട്ടോ. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ഇതാണ്, പാർട്ടിയാണ്. അപ്പൊ അതില് എല്ലാ ആൾക്കാർക്കും സ്വാതന്ത്ര്യമുണ്ട്, പറയാൻ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മറ്റു പാർട്ടികളെ പോലെ അല്ല. മറ്റു പാർട്ടികളിൽ അഭിപ്രായം പറയണമെങ്കിൽ പതുക്കെ വീട്ടിലിരുന്നെങ്ങാനും പറയണം, പുറമെ പറയാൻ പറ്റില്ല. അതാണ് ഫസ്റ്റിലെ ഡിഫറൻസ്. പിന്നെ രണ്ടാമത്തത്, ഇപ്പം പിന്നെ എല്ലാം ശരിയാക്കാന്നും പറഞ്ഞ് വന്നവര് എന്തോ ശരിയാക്കി, ജനം പൊറുതി മുട്ടിക്കിരണേ, എങ്ങനെയാലും പറഞ്ഞു വിടണം. അതുകൊണ്ട് ഉറപ്പായിട്ടും കോൺഗ്രസിന്റെ ഐക്യം നമുക്ക് വിശ്വസിക്കാം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ്? കോൺഗ്രസ്സുകാർ പലപ്പോഴും പരസ്പരം തമ്മിലടിക്കുകയും അതിനുശേഷം ഐക്യമുണ്ടെന്ന് പറയുകയും വീണ്ടും തമ്മിലടിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇപ്പോൾ വീണ്ടും പറയുന്നു ഞങ്ങൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നെന്ന്. താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? എന്തായാലും കേരളത്തിലെ ഇന്നത്തെ ദിവസം ഈ കുറച്ചു മുമ്പ് ശശിധരൻ സാറ് പറഞ്ഞതുപോലെ ഒരു സഹപാഠിയുടെ അവസ്ഥയിൽ നമ്മളെല്ലാം ദുഃഖിതരാണ്. എന്നാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു മുഖ്യമന്ത്രി ആരായാലും കേരളത്തിൽ ഇതുപോലെയുള്ള ദുഷ്ടപ്രവൃത്തി ഇല്ലാത്ത, അതല്ലെങ്കിൽ ഞാൻ പഴയ വിജയനായിരുന്നു എന്നുള്ള ധ്വനിയൊന്നും വരാത്ത തരത്തിൽ ഒരു ഗുണ്ടായുസമില്ലാത്ത, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥിക്കുന്ന മുഖ്യമന്ത്രി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സാറേ. ശരി, ഓക്കെ. ശ്രീ ജോസഫാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം സാറേ. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമുക്ക് ഈ വരുന്ന നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിലെ താഴെത്തട്ടിലുള്ള എല്ലാ മേഖലയിലുള്ള പ്രവർത്തകരും ഭയങ്കര ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഓഫീസിലും ഒക്കെ കയറി ഇറങ്ങി നടക്കും. ഫോർവേഡ് സീറ്റിന് വേണ്ടി, ഇലക്ഷൻ സീറ്റിന് വേണ്ടി. അപ്പോൾ ഒരാൾക്ക് സീറ്റ് കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ സീറ്റ് കിട്ടാത്തവർ മാനസികമായും പാർട്ടിയിൽ നിന്നും ഒരു വിള്ളലിൽ നിൽക്കും. ഇത് ചെന്ന് എത്തുന്നത് അടുത്ത് വരുന്ന നിയമസഭാ ഇലക്ഷനാണ്. അത് കൃത്യമായും അവർ പണിയെടുക്കും. കാരണം ഇവര് കാരണമാണ് എനിക്ക് സീറ്റ് കിട്ടാതെ പോയെന്നുള്ള രീതിയിൽ കോൺഗ്രസിലെ ഐക്യം ശരിക്കും പാരവയ്ക്കും. അത് CPM മുതലാക്കും. അത് പ്രാദേശിക CPM പ്രവർത്തകരും മുതലാക്കും. ഇത് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ രഘുവാണ് പാലക്കാട് നിന്ന്. ശ്രീ രഘു, താങ്കൾ എങ്ങനെയാണ് ഈ ഐക്യ സന്ദേശത്തെ കാണുന്നത്? കോൺഗ്രസിലെ ഐക്യം വിശ്വസിക്കാമോ എന്നാണല്ലോ ചോദിച്ചത്. കോൺഗ്രസിലെ ഐക്യം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിൽ ഐക്യത്തിന് വേണ്ടി സംസാരിക്കാനുള്ള അവസരമെങ്കിലും ഉണ്ട്. പക്ഷേ ഈ എതിർകക്ഷിയായ CPM അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ എന്താ അറിയോ, അവർ 52 വെട്ടി കൊല്ലുന്നേ. കാരണം എന്താ വെച്ചാൽ മറ്റേ പുള്ളി ആദ്യം CPM-കാരനായിരുന്നല്ലോ, മരിച്ച പുള്ളി അല്ലേ. എത്രയോ നാളുകൾ കാത്തിരുന്നിട്ടാണ് അവർക്കെതിരായി സംസാരിച്ചതിന്റെ പേരിൽ വെട്ടി കൊന്നു കളഞ്ഞു. രമചേച്ചിയെ വിധവയാക്കി കളഞ്ഞു. ആ കുട്ടികളെ അനാഥമാക്കി കളഞ്ഞു. കേരളത്തിൽ ആകെ ഒരാൾ മാത്രമേ CPM-നെതിരെ സംസാരിച്ചിട്ടുള്ളൂ, ബാക്കി ആരും സംസാരിച്ചിട്ടില്ലേ? സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയായ അവരെല്ലാം ഇതുപോലെ മരിച്ചു പോയെന്നാണോ താങ്കൾ പറയുന്നത്? ആ ശരിയായ രീതിയിൽ സംസാരിച്ചാൽ കൊല്ലും. ഒരാൾ മാത്രമാണ് ഈ കാലത്തിനിടയിൽ ഒരു പാർട്ടിക്കെതിരെ സംസാരിച്ചെങ്കിൽ ആ പാർട്ടി ശരിയാണെന്ന് പറയേണ്ടി വരില്ലേ? CPI എന്ന ഒരു പാർട്ടിയെ തന്നെ ഭീഷണിപ്പെടുത്തി കാലിന്റെ അടിയിൽ നിർത്തിയിരിക്കുന്നത് താങ്കൾ കാണുന്നില്ലേ?
വിനയ വിശ്വം അങ്ങോട്ട് പോയെന്ന് പോലെയാണോ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്? തിരിച്ചു വരുമ്പോ നിക്കറി മുള്ളിക്കൊണ്ടല്ലേ വരുന്നേ? അതെന്താ മനസ്സിലാക്കാത്ത? അതൊന്നും താങ്കൾ അങ്ങനെ വിനയവിശ്വത്തെ പോലും പ്രധാനപ്പെട്ട നേതാവിനെ അത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. എങ്ങനെയെങ്കിലും എനിക്ക് കിരൺ സാറിനോട് പറയാനുള്ള എങ്ങനെയെങ്കിലും ഈ പുള്ളിയെ ഇറക്കി വിടാനുള്ള ഒരു PR വർക്ക് ചെയ്യുന്നുണ്ട്. അത് താങ്കൾ ചെയ്തോളൂ, എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു ഉദ്ദേശമില്ല. ഇങ്ങനെ ഇറക്കി വിടാനുള്ള ഒരു PR വർക്ക് ചെയ്യേ. എനിക്ക് എന്തായാലും അങ്ങനെ ഒരു ഉദ്ദേശമില്ല. അങ്ങ് പ്രാർത്ഥിക്കൂ. കോൺഗ്രസ് തിരിച്ചു എനിക്ക് എന്തായാലും അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ശ്രീ രഘു, നമ്മുടെ നാടിനെ രക്ഷിക്കൂ. താങ്കൾ ഏത് തരത്തിൽ വേണമെങ്കിലും ചിന്തിക്കാം. ആരെ വേണമെങ്കിലും താങ്കളുടെ പാർട്ടി അധികാരത്തിലേറാനൊന്നും പറ്റിയില്ലെങ്കിൽ താങ്കൾക്ക് മുഖ്യവിരോധമുള്ള പാർട്ടി ഇറക്കാൻ ഞാൻ കോൺഗ്രസ്സുകാരനാ, BJP-കാരനാട്ടോ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. 5 വയസ്സുകൂടെ അല്ല, അതെനിക്കറിയാം. താങ്കൾ പലപ്പോഴും അഭിപ്രായം പറഞ്ഞ് കേൾക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാം. BJP-ക്കാരെ ഭരണത്തിൽ വന്നാൽ കേരളം നശിച്ചു. ഇനി ഒരിക്കൽ കൂടി CPM അധികാരത്തിൽ വന്നാൽ ഈ കേരളം നശിച്ചു. ഇപ്പൊ കാണുന്ന കാര്യങ്ങളൊക്കെ താങ്കൾ കാണുന്നില്ലേ? താങ്കൾ അറിയാം. അങ്ങനെ കേരളം ഒരിക്കൽ കൂടി CPM അധികാരത്തിൽ വന്നാൽ നശിച്ചു എന്നൊന്നും കേരളത്തിലെ മനുഷ്യരാരും കാണുന്നില്ല. ആരെങ്കിലും ജയിച്ചോട്ടെ. അല്ല, ആരെങ്കിലും ജയിച്ചോട്ടെ. താങ്കളുടെ പാർട്ടിക്ക് എന്തായാലും അവന് കഴിയില്ലെന്നുള്ളത് എനിക്ക് താങ്കൾക്ക് അറിയാം. അത്രേ വ്യത്യാസമുണ്ട്. അതായത് കിറ്റ് കൊടുത്തോണ്ടാണ് മറ്റേ ചേട്ടൻ പറഞ്ഞപ്പോ താങ്കളുടെ പാർട്ടിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് താങ്കൾക്കും അറിയാം. അത് ശരിയല്ല സാറേ. ഞാൻ പറയട്ടെ, ഒരു കാര്യം പറഞ്ഞു, കിറ്റ് കൊടുത്ത എന്ന് പറഞ്ഞപ്പോ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണെന്ന് ചോദിച്ചു കേരളത്തിലെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ജനങ്ങൾ പൊട്ടന്മാരാണ്. അതുകൊണ്ടാണ് എന്തെല്ലാം കാര്യത്തിൽ ഇവർ പോയി ഈ കള്ളന്മാരുടെ പെടുന്ന കേട്ടോ കേരളത്തിലെ ജനങ്ങള്. അപ്പൊ ഈ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതും ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ പൊട്ടന്മാരായിട്ടാണോ? ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെ പൊട്ടന്മാരായിട്ടാന്ന് പറയാൻ പറ്റുമോ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത്? അയ്യോ, ഇന്ത്യയിലെ ജനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ കേരളത്തിലുള്ളവന്മാർ പൊട്ടന്മാരാണ്. ശരി, ഓക്കെ. എന്തായാലും കേരളത്തിലെന്തായാലും ഇന്ത്യയിലെ ജനങ്ങളെ മറ്റ് സംസ്ഥാന ജനങ്ങളെക്കാൾ ചിന്തിക്കുന്ന മനുഷ്യരാണ് കേരളത്തിലുള്ളത്. വോട്ട് ചെയ്യുവോ ആലോചിച്ച് നോക്കൂ. അപ്പൊ പൊട്ടന്മാരല്ലേ? എത്രയും പേരുടെ പണം ഈ കള്ള കമ്പനികളിൽ കൊണ്ടേ പണം അടച്ചിട്ട് ശരി ശ്രീ രഘു, എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളെ ജനങ്ങളെക്കാൾ കൂടുതൽ ഈ രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. താങ്കൾക്ക് തന്നെ അത് അറിയുകയും ചെയ്യാം. ശരി, ഓക്കെ. ശ്രീ വർഗീസാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഇവിടെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ്. ഇത് കണ്ട് മറ്റേ മനം നൊന്ത് ഒരു പറ്റം കോൺഗ്രസ്സുകാർ ശ്വാസം കിട്ടാണ്ട് അലഞ്ഞു നടക്കുകയാണ്. അവർ എന്താണ് പറയണത്, എന്താണ് പ്രവർത്തിക്കുന്നത്, ഇപ്പൊ ഈ ഗവൺമെന്റ് വരെ പറഞ്ഞത് അവർക്കും ഒരു നിശ്ചയമില്ലാത്തൊരവസ്ഥയായി. എന്ത് തെറ്റ് ഇപ്പൊ വേറെന്തെങ്കിലും നാട്ടിൽ വെടിക്കെട്ട് വിട്ട് ചത്താലും കുറ്റം പ്രളയിക്കും. എന്തിനു സർവത്വം ഇടതുപക്ഷത്തെ കുറ്റം പറയാം. അവര് നേരം വിളിച്ചടിച്ച് ഈ വൈകുന്നേരം ആകുമ്പോൾ ഈ പരിപാടി നോക്കിയിരിക്കുക ചാനലിൽ. അവർക്ക് വേറെ ഒരു തോന്നില്ലാത്ത മറ്റേ അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഇനിയും വിട്ട് വിളിക്കാനും ചിലപ്പോൾ സാധ്യത കുറവാണ്. പക്ഷെ എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പോൾ ഈ കേരളത്തെ കുറ്റം പറയുന്നവര് അവർക്കൊരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അന്ന് പറയും ഇതിൽ എത്രയോ ഭേദമാണ് ഇടതുപക്ഷം എന്ന് ഈ നാട്ടിലെ കേരളത്തിലെ സാധാരണ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും. അവര് ഈ ഗവൺമെന്റിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞാണ് ഇപ്പൊ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെറും കേരളത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും അറിയാം ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണം എന്നൊക്കെ അറിയാം. അതൊക്കെ ജനങ്ങൾ ആ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുത്തു. ഒരു കാര്യം പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാറെടുപ്പ് തുടങ്ങി എന്ന് പറഞ്ഞാമോ? അവര് മദ്യകുപ്പി ശേഖരിക്കാൻ തുടങ്ങി കാണും. പൈസ സഞ്ചിലാക്കി തലേദിവസം കോളനികളിൽ പോകാൻ. വർഗീസ്, അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഞാൻ TV ചാനലിൽ കേട്ടതുണ്ട് ഈ കഴിഞ്ഞ. വർഗീസ്, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഇതുവരെ പറഞ്ഞതിനകത്ത് ഇടപെട്ടില്ലല്ലോ. അങ്ങനെ മദ്യം കൊടുത്തിട്ടാണ് അങ്ങനെ ശേഖരിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നത് അതൊരു വില കുറഞ്ഞ ആക്ഷേപമാണ്. താങ്കൾ ഇതുവരെ പറഞ്ഞ എല്ലാ വാക്കുകളെയും അപ്രസക്തമാക്കുന്ന, അതിന്റെ ഗൗരവത്തെ ഇല്ലാതാക്കി കളയുന്ന ഒരു വാക്കാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അത് മോശമായിപ്പോയി അങ്ങനെ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ രാഷ്ട്രീയം. താങ്കൾ ഇതുവരെ പറഞ്ഞ ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുമ്പോൾ കേരളം ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ്. ആ പ്രതിപക്ഷ പാർട്ടി അർഹിക്കുന്ന ബഹുമാനത്തോടു കൂടി വേണം വിമർശിക്കാൻ. അല്ലല്ല, ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ പറ്റി എന്തെങ്കിലും അവർ ചെയ്യാത്ത. ശരി, ഓക്കെ. എന്തായാലും സംഭവിച്ചു. ശ്രീ രഞ്ജിത്താണ് അമ്പലപ്പുഴയിൽ നിന്നും. ശ്രീ രഞ്ജിത്ത്, താങ്കൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിലെ നേതാക്കളുടെ ഐക്യ സന്ദേശത്തെ കാണുന്നത്? കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഐക്യം മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ BJPക്ക് സംസ്ഥാന പ്രസിഡന്റിനെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ നാളായിട്ട് ഇന്നാള് വരും എന്ന് പറഞ്ഞ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു ചർച്ച കൂടി ഈ ഭാഗത്തും BJPയുടെ പ്രസിഡന്റ് കാര്യം ചർച്ച ചെയ്തതാണ് നേരത്തെ. അങ്ങനെ വാർത്തകൾ നിറയുന്ന സമയം വന്നാൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ 75 വയസ്സ് കട്ട് ഓഫ് ചെയ്തുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. 75 കഴിഞ്ഞ് പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു പരിഷത്ത് നടക്കുകയാണ്. അപ്പം ശരിക്കും ഒരാൾക്ക് മാത്രം ഇത് ബാധകമല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യണം നമ്മള്. പിന്നെ അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുകയാണെങ്കിൽ ആ സമയത്ത് അതിന്റെ ഗുണദോഷത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. അതെ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ്. ശ്രീ സന്തോഷ്, ഈ വിഷയം പറയൂ. നമുക്ക് ലോകത്ത് താങ്കൾ ഏറ്റവും വിഷയം നിർദ്ദേശിക്കുന്നവരെ ഈ വിഷയത്തിലെ അഭിപ്രായം കൂടെ പറയൂ. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്തായാലും താങ്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ശ്രീ സന്തോഷാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ കോൺഗ്രസിന്റെ ഐക്യ സന്ദേശത്തെ? ഐക്യമുന്നണി എന്നൊരു പേരും കൊടുത്ത് കോൺഗ്രസിൽ തന്നെ ഐക്യമില്ലാതെ ഒരു മുന്നണി ഇത് മാറിയിരിക്കുകയാണ്. ഐക്യമുന്നണി എന്ന് പറഞ്ഞിട്ട് ഇവര് ലേബലുണ്ടല്ലോ, ഐക്യമില്ല ഇവർ തമ്മിൽ ആരാണ് വലുത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവര് മുന്നോട്ട് പോകുന്നത്. ശക്തമായ പ്രതിപക്ഷമാകുമ്പോൾ അവർക്ക് ഇന്ന് വരെ സാധിച്ചില്ല സാർ. വെറുതെ തമ്മിത്തല്ല അവരെ പൗൾ പാർട്ടി ജനാധിപത്യം ഉണ്ടെന്ന് പറയും, പിന്നെ പരസ്യമായിട്ട് പറയാൻ ആ പാർട്ടിക്ക് പറ്റുള്ളൂ എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് അത് അതിന്റെ പേരില് ഹൈക്കമാൻഡ് വിളിക്കുക, അവരെ ശാസിക്കുക, ഇതെല്ലാം അവരുടെ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിണറായി വിജയൻ വരുന്നതോ വല്ല കോൺഗ്രസ് LDF സർക്കാർ വീണ്ടും വന്ന കേരളം നശിക്കുന്ന ഒരു പ്രവേശനം പറഞ്ഞു കേട്ടു, ഒരു സഹോദരൻ പറഞ്ഞു കേട്ടു. അതെല്ലാം അനാവശ്യമായ വാക്കുകളായതല്ലോ കേട്ടോ. അതിപ്പോ ഓരോരുത്തർക്ക് അങ്ങനെ കരുതാമല്ലോ. അവർക്ക് ഒരാൾക്ക് നശിക്കുന്ന ഇന്നും ഈയുടെ പെൻഷന്റെ കാര്യത്തിൽ ഇന്നും എന്റെ അമ്മയ്ക്ക് പെൻഷൻ കൊടുത്തു സർക്കാർ നല്ല ശരി. അത് ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ ശ്രീ സന്തോഷ്? സന്തോഷിന് അങ്ങനെ ഈ പാർട്ടി വന്നാൽ നന്നാവും എന്ന് കരുതുന്ന പോലെ തന്നെ മറ്റൊരാൾക്ക് ഈ പാർട്ടി വന്നാൽ മോശമാകുമെന്ന് ഓരോ പാർട്ടിക്കാർക്ക് തിരിച്ചു മറിച്ചൊക്കെ തോന്നാമല്ലോ. നാട് നശിച്ചു പോകുന്ന ഞങ്ങൾ പറയാൻ നിൽക്കൂല. അങ്ങനെ രാഷ്ട്രീയ വിരോധം ഞങ്ങൾക്കില്ല. പ്രതിപക്ഷത്തെ അറിയിക്കുന്ന ബഹുമാനം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അല്ല, അങ്ങനെ ഒന്നും എല്ലാ കാര്യത്തിലും കാണരുത്. നമ്മളും ഓരോന്ന് പറയുന്നത് കാണുന്നത് ഓരോരുത്തരും എങ്ങനെയാണ് പറയുന്നതെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ്. ആരും അത്ര വിശുദ്ധരൊന്നുമല്ല. ശ്രീ ഗിരിയാണ് ജനങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളും തുടർ ഭരണം താങ്കൾക്ക് പറയാം. അതിന് യാതൊരു സംശയവും വേണ്ട. ശ്രീ ഗിരിക്ക് പറയാം. ഹലോ, ശ്രീ ഗിരി അല്ലേ? പറഞ്ഞോളൂ. പറയാ. കോൺഗ്രസിലെ ഐക്യം കേരളത്തിനെ രക്ഷിക്കും. ശരി, താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അതാണ് പ്രതീക്ഷ. കാരണം വാർത്താ മാധ്യമങ്ങളാണ് കോൺഗ്രസിനെ ഇങ്ങനെ കേടുവരുത്തുന്നത്. ഞങ്ങളെ വാർത്താ മാധ്യമങ്ങളുടെ കുഴപ്പമല്ല, കോൺഗ്രസിന്റെ കുഴപ്പമല്ല, നേതാക്കളുടെ കുഴപ്പമല്ല. കോൺഗ്രസിന്റെ കുഴപ്പം തന്നെ വെറുതെ ഉള്ള എല്ലാ പാർട്ടിക്കാരും ഇതല്ല പറയുന്നത്. CPM പറയുന്നത് ഇത് തന്നെ, BJP പറയുന്നത് ഇത് തന്നെ, കോൺഗ്രസും പറയുന്നത് തന്നെ. മാധ്യമങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. നിങ്ങളുടെ പാർട്ടിയിലൊന്നും ഒരു കുഴപ്പമില്ലാത്ത എല്ലാ നല്ല പാർട്ടികൾ മാധ്യമങ്ങൾ അതെല്ലാം പുറത്തു കൊണ്ടുവരുന്നത് മാത്രമാണ് പ്രശ്നം അല്ലേ? അല്ല, കേരളത്തിലെ മത നേതാക്കളും രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിനെ എതിർക്കുന്നവരും മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത്. കേട്ടില്ല, പറഞ്ഞോളൂ. കേരളത്തിലെ ഒരു വിഭാഗം മത നേതാക്കളും കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നു, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും മോഹിക്കുന്നില്ല, ഞങ്ങൾ ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. നമുക്ക് ആ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശ്രീ ജെയിനാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ജെയിൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇപ്പൊ പ്രതിപക്ഷം എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. ഇവിടെ വരെയാക്കുള്ള പ്രതിപക്ഷം തന്നെ ഇല്ല, ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. 5 വർഷം കഴിഞ്ഞാൽ പിണറായി സർക്കാർ തന്നെ വീണ്ടും വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കൾ പറയുന്നത് നമുക്ക് എന്തായാലും യൂട്യൂബിലെ ചിലരുടെ അഭിപ്രായങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. സെബാസ്റ്റ്യൻ ചെറുമേൽ പറയുന്നു, CPM-നെയും പിണറായിയെയും വെറുതെ വിടുമോ എന്ന് ചോദിക്കുന്നു. കോൺഗ്രസ് ഇനി ഒരിക്കലും അധികാരത്തിൽ വരരുത്, ഇതൊരു കുടുംബ പാർട്ടിയാണ്. അവർ അധികാരത്തിൽ വന്നാൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ വീണ്ടും ജനങ്ങൾ സഹിക്കേണ്ടി വരും. കോൺഗ്രസിനേക്കാൾ നല്ലത് BJP-യോ CPM-ഓ ആണെന്ന് പറയുന്നു അമ്പിളി. എന്തായാലും അങ്ങനെ കാണുന്ന ചിലരുമൊക്കെ ഉണ്ടല്ലേ. ശ്രീ അജിത് കുമാർ കെ മാറോളി പറയുന്നു, എന്ത് വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് കിറ്റ് കൊടുത്തുകൊണ്ടാണ് ജനങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞ് ജനങ്ങളെ അവമാനിക്കലാണെന്ന് പറയുന്നു. കിറ്റല്ല കാരണം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളെ സംരക്ഷിക്കുന്ന ബോധ്യത്തിലാണ് ജനം LDF വോട്ട് ചെയ്യുന്നത് അജിത്ത് പറയുന്നു. ദീപു ഗോപാൽ പറയുന്നു, തിരുവനന്തപുരം കുമാരനെ കിരൺ കാലവാരി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് BJP-കാരൻ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകണം, വീണ്ടും നുണ പറയുന്നു, വീണ്ടും ഉണക്കാൻ എന്ന് പറയുന്നു. മറ്റൊരാൾ പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പപ്പു കുടുംബ പാർട്ടി എന്നൊക്കെ പറയുന്നു. മോശമാണ് ശ്രീ അമ്പിളി അങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നത്. കുടുംബ പാർട്ടി എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരാളെ, ഒരു നേതാവിനെ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ് എന്നത് താങ്കൾ ഓർക്കണം. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള നേതാവാണ് പ്രതിപക്ഷ നേതാവ്. ആ അദ്ദേഹത്തെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു മാന്യത കാണിക്കുക എന്നുള്ളത് മിനിമം രാഷ്ട്രീയ മര്യാദയാണ്, നമ്മുടെ മാന്യതയാണ്. കിറ്റും കള്ളപ്രചരണവും കൊണ്ട് ഇനി ജയിക്കാമെന്ന് തോന്നണ്ട, പിണറായി ആണെങ്കിലും കോൺഗ്രസ് ജയിക്കും എന്ന് പറയും, പിണറായിലാണെങ്കിലും കോൺഗ്രസ് ജയിക്കും എന്നൊക്കെ പറയുന്നത് ജയകുമാർ. ഈ പിണറായിലാണെങ്കിലും എന്നൊക്കെ ഇത്തിരി കടന്ന കൈയല്ലേ ജയകുമാർ. കോൺഗ്രസ് മുക്ത ഭാരതം അനിവാര്യമെന്ന് അമ്പിളി പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരാൾ പറയുന്നു,
ഗാന്ധിജിയുടെ പേര് പറഞ്ഞ് ഇപ്പോഴും വോട്ട് ചോദിക്കുന്ന ഒരേ ഒരു പാർട്ടി, പറയുന്ന കാലം മാറിയെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്തും, യുഗമാണെന്ന് പുലിമുരുകൻ പറയുന്നു. ഗാന്ധിജിയുടെ പേരൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു പാർട്ടി ഗാന്ധിയെ എല്ലാ കാലത്തും ഓർത്തിരിക്കണമെന്നതും അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ടതും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ മുൻനിർത്തേണ്ടതുമെല്ലാം എല്ലാ കാലത്തും ഇന്ത്യക്ക് അനിവാര്യത തന്നെയാണ്. അത് പറയുന്നൊരു തെറ്റില്ല. MMSനെ പോലെയുള്ള ആൾക്കാരെ ഇനിയും കേരളം സഹിക്കണം. MMSനെ എന്തിനാണ് ഇത്ര അമ്പിളിക്ക് എന്താണ് ഇത്ര പ്രയാസം? MMSനെ കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ എന്തിനാണ് അത്രത്തോളം താങ്കൾക്ക് ബുദ്ധിമുട്ടെന്താണ്? CPM BJPയും സഖ്യമുണ്ടാക്കി കോൺഗ്രസിനെ പുറത്താക്കണം, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ആൾക്കാരെ വരും എന്ന്. ഇതെല്ലാം ഒരാൾ തന്നെയാണ് പോട്ടെ, ഇനി അവരുടെ വായിക്കുന്നില്ല. ചേട്ടാ, ജനങ്ങൾ മൊത്തം പിണറായി സർക്കാരിനെ വെറുത്ത് ഇഷ്ടമല്ലാത്തവർ പോലും ഇനി UDFനെ ജയിപ്പിക്കുമെന്ന് പ്രകാശ് കുമാർ പറയുന്നു. നല്ല ജനാധിപത്യമാണ് കോൺഗ്രസിൽ, പാർട്ടി പ്രസിഡന്റ് ഹൈക്കമാൻഡ് നിയമിക്കുന്നതാണോ ജനാധിപത്യം എന്ന് അജിത് കുമാർ കെ മാറോളി ചോദിക്കുന്നു. ഈ അമ്പിളി എന്ന് പറയുന്ന ഏതോ ഒരു കടുത്ത സംഘപരിവാർ ആളാണെന്ന് തോന്നുന്നു. അവരുടെ അഭിപ്രായങ്ങളൊക്കെ പിന്നീട് വേറെ രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. യഥാർത്ഥ മറ്റൊന്ന് പറയുന്നത്, കോൺഗ്രസിന് ഇനി ഒരിക്കലും അധികാരത്തിൽ വരരുതെന്ന് പറയുന്നു. പാവം ആശാപ്രവർത്തകരെ കീടമെന്ന് വിളിച്ച സഖാവിനെ മറക്കരുതെന്ന് പ്രകാശ് കുമാർ പറയുന്നു. എന്നാലും അങ്ങനെ വ്യത്യസ്തമായ തരത്തിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ്. ചിലരെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ കുറേ കൂടി മാന്യമായും കുറേ കൂടി വസ്തുതാപരമായിട്ടൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാൽ നമുക്കും അത് വായിക്കാനും ഒക്കെ ഒരു രസമാണ്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിൻ്റെ ഈ ഐക്യത്തെ വിശ്വസിക്കാൻ കഴിയുമോ? സഹബാസ് എന്ന കുട്ടിക്ക് പൊതുവേദിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പ്രണാമം ആദ്യം. ഇനി കോൺഗ്രസിന്റെ കാര്യം പറയാം. പാഴൂർ പഠിപ്പിക്കല് പോയിട്ട് പ്രശ്നം വെച്ചാൽ പോലും ആ കരുക്കൾ വിഘടിച്ച് നിൽക്കും. അത്രയും മാരകമായിട്ട് ആ ഒരു സംഭവങ്ങൾ പോകുന്നത്. അപ്പൊ അവര് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ ഇവര് പറയുന്ന പോലെ മൂന്നാം ഊഴത്തിലേക്കൊന്നും കടക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല, അത് സംശയം. കാരണം നമ്മൾ ബംഗാളും നന്ദിഗ്രാമൊക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഈ കോൺഗ്രസ് വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്നുള്ള മട്ടിലാണ് ഇപ്പൊ ഇവര് നടക്കുന്നത്. എല്ലാവരും നേതാക്കന്മാരാണ്. അത് അണികൾക്ക് യാതൊരു പ്രാധാന്യമില്ല, ഒന്നുമില്ല. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. ശ്രീ മോഹൻദാസ്, താങ്കൾ ഈ പാഴൂർ പഠിപ്പുര എന്ന് പറഞ്ഞത് ഒരു ആലങ്കാരികമായിട്ടാണെങ്കിൽ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ അങ്ങനെ പാഴൂർ പഠിപ്പുരയിൽ പോയി വേറെ എന്തെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് സാധാരണ മറ്റുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാനുള്ള കാര്യമൊന്നുമില്ല. അതുകൂടി നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് തന്നെ. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്. ഈ യൂട്യൂബിൽ വായിക്കുന്ന റിപ്പോർട്ടുകൾ നിങ്ങളുണ്ടല്ലോ, അത് ചിലതൊക്കെ വായിച്ച് തന്നെ വായിക്കുന്നുണ്ട്. അത് വായിക്കാൻ എഴുതി തന്നെ ആൾക്കാരെ എഴുതുക ആയിരിക്കും. അത് നമ്മളെ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ചെറിയ അക്ഷരത്തിൽ വരുന്ന സാധനം പെട്ടെന്ന് വായിക്കുമ്പോൾ അങ്ങനെ പറ്റി പോകാറുണ്ട്. അത് എനിക്ക് ശ്രദ്ധിക്കാൻ കുറെ കൂടി. അങ്ങനല്ല, എഴുതിയ ആൾ തന്നെ വീണ്ടും വീണ്ടും എഴുതുക, അത് വായിക്കരുത്. കാരണം സമയം ഇല്ല, ഞാൻ ചിലപ്പോൾ ഈ പേര് കണ്ട് പെട്ടെന്ന് നമ്മളെ പേര് അടുത്ത് വായിക്കുന്ന സമയത്ത് സമയം കളയണ്ടല്ലോ, പെട്ടെന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ അബദ്ധം പറ്റാറുണ്ട്. ഇനി ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടാത്ത യൂട്യൂബിൽ എഴുതുന്ന അത് വായിക്കരുത്. കാരണം നമുക്ക് ഞാൻ കുറെ ഒഴിവാക്കിയാണ് വായിച്ചത്. ഓക്കെ, അത് ഇനി ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാല് നല്ലൊരു ചാനലാണ്. അപ്പൊ അതിന് ചീത്ത പേര് വരാൻ പാടില്ല. അത് എഴുതുന്നവരോടും പറയണം. കാരണം നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിട്ട് ഞാൻ നിരന്തരം പറയാറുണ്ട് ശ്രീ സൂപ്പി. പക്ഷേ ഈ ചില ആളുകളൊക്കെ അവര് ചിലപ്പോൾ പുള്ളിയുടെ പുള്ളി ചിലപ്പോൾ പുറത്തു വരുമെന്ന് പറയുന്ന പോലെ ചിലരുടെയൊക്കെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും. വ്യാജ പേരിലൊക്കെ കുറെ ആളുകളുണ്ട്. ഓക്കെ, എന്നാ ശരി. ഞാൻ ഈ ഉള്ളിലേക്കാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് മാറ്റണമെന്ന് ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്ത്, പക്ഷെ അത് ഒരു മുഖവിലക്ക് പോലും എടുത്തിട്ടില്ല. കാരണം മുല്ലപ്പള്ളി എന്ന് വെച്ചാൽ KPCC മുൻ പ്രസിഡന്റാ. അദ്ദേഹം എഴുതിയ റിപ്പോർട്ടിനെ കുറിച്ചോ AICC ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല. പിന്നെ AICC പോയിട്ട് അവിടെ യോഗം നടന്നത് ഇവിടെ പിണറായി വിജയനെ മാറ്റണമെന്നാണ് അവിടെ KC വേണുഗോപാലൊക്കെ പറഞ്ഞത്. അവിടെ അതല്ലാതെ ചർച്ച നടത്തേണ്ടത്, മൊത്തത്തിൽ ചർച്ചയല്ല നടത്തുന്നത്. ഇവിടുത്തെ കേരളത്തെ സംബന്ധിച്ചല്ലോ പറയേണ്ടത്. പക്ഷെ കോൺഗ്രസ് ഇനി നന്നാണെങ്കിൽ KPCC പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റിനെ മാറ്റി K മുരളീധരൻ പ്രസിഡന്റ് ആക്കി കൊണ്ടുവന്നാൽ കോൺഗ്രസ് രക്ഷപ്പെടും. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഭാഷാഭായി കോഴിക്കോട് നിന്നും പറഞ്ഞോളൂ. ഹലോ സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഹലോ, നമ്മൾ ഈ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ഓഫീസർ വരൂലേ കൊല്ലത്തിൽ എന്താ പറയാ? വിദ്യാഭ്യാസ ഓഫീസറാണോ? AEO DIO ആണോ? അതെ സാർ. ആ സമയത്ത് നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ നിൽക്കുക, അല്ലേ? താങ്കൾ പറയാൻ തുടങ്ങിയപ്പോഴേ തോന്നി ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥിതി എന്താ? അതേമാതിരിയാണ് കോൺഗ്രസിന്റെ സ്ഥിതി. കേന്ദ്രത്തിൽ നിന്ന് ആരെയും വരുന്ന സമയത്ത് പക്ക ഡീസന്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പക്ക അടിയാവല് നടത്തുക. ഇപ്പൊ ഇനി നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടല്ലോ, ആ സമയത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്കൊരു സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കാൻ എത്ര കസാല പോകുന്ന അറിയാം. അടിയും പിടിയും തല പൊട്ടിക്കലൊക്കെയാണ് വില പരിപാടി. പിന്നെ കാസർഗോഡ് നിന്ന് 1 കിലോമീറ്റർ അങ്ങോട്ടും തിരുവനന്തപുരത്ത് നിന്ന് 1 കിലോമീറ്റർ അങ്ങോട്ടും പോയ ഒരു വ്യക്തി പോലും
LDF അല്ലാണ്ട് വോട്ട് ചെയ്യൂല. ഇവരെ ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഐക്യത്തെ കാണുന്നത്? അല്ല, ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പത്രസമ്മേളനം കഴിഞ്ഞ് പറഞ്ഞു, കോൺഗ്രസിൽ എല്ലാവരും അച്ചടക്കത്തോടെയാണ് നിന്നിരുന്നത്. കഴിഞ്ഞ ഞങ്ങള് ഇവരെ ഇനി ആരും ഇതിനെതിരെ പറയാൻ പാടില്ല എന്ന ബംഗാളിൽ നിന്നുള്ള ആ നിരീക്ഷക പറഞ്ഞത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അപ്പൊ ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടിട്ടാണല്ലോ അങ്ങനെ പലരും പല രീതിക്ക് പോകുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ അവർക്ക് പറയേണ്ടി വന്നത്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ CPM-നകത്ത് ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഈ CPM-നകത്ത് ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റാഞ്ഞിട്ടാണ് ഓരോ ബ്രാഞ്ച് സമ്മേളനം വരുമ്പോഴും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇതാ പിണറായി വിജയനെതിരെ, റിയാസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ബ്രാഞ്ചിൽ ഇന്നാൾ ഇന്നത് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും യോജിച്ചു പോകുന്നില്ലല്ലോ. അത് കണ്ട് കൈയടിച്ചവരല്ലേ ഈ കോൺഗ്രസ്സുകാരും BJP-ക്കാരും. അപ്പൊ ഇത് കേൾക്കുന്നതും പറയുന്നതും ഒക്കെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് സത്യമായിരിക്കണം. മാത്രമല്ല, ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു വലിയ ഇമ്പോർട്ടൻസ്, കോൺഗ്രസിന്റെ നേതാക്കളെ അവരുടെ ഹൈക്കമാൻഡ് വിളിച്ചിട്ട് നിങ്ങൾ ഇനി ഇങ്ങനെ നിൽക്കരുത്, നല്ല രീതിക്ക് നിങ്ങൾ അടികൂടാതെ കൃത്യമായ കാര്യങ്ങൾ വേണമെന്ന് പറയുന്നത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ്. പക്ഷേ തിരിച്ചിറങ്ങി വന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഈ രണ്ട് നിരീക്ഷകയും ഈ പറയുന്ന വേണുഗോപാലും അല്ലാതെ അവസാനം എല്ലാവരും നിക്കൂ എനിക്കൊരു വാക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ സുധാകരൻ പറഞ്ഞ എന്താണ്, ഞങ്ങൾ തട്ടിയെടുക്കും എന്നാണ് പറഞ്ഞത്. ആ വാക്കിന്റെ അർത്ഥം എന്താ? കേരളത്തെ ഞങ്ങൾ തട്ടിയെടുക്കുകയാണോ ഒരു ജനാധിപത്യത്തിൽ നിൽക്കുക? ശ്രീദീപ്, അങ്ങനെ നമ്മളൊരു വാക്ക്, അത്ര ഒരു വാക്കിന്റെ ഒരാൾ പറഞ്ഞ പറഞ്ഞ നേരത്തെയൊക്കെ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ശരി, അതല്ല ശരി. തട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞ നമുക്ക് ഓരോ നേതാക്കളും പല രീതിയില്ലേ, ഓരോ നേതാക്കളുടെ കേസുകാരൻ പറയുന്ന പോലെ അല്ലല്ലോ വി ഡി സതീശൻ പറയുന്നത്. അല്ല, എന്റെ അഭിപ്രായമല്ലേ ഞാൻ പറയേണ്ടത്. അതെ, അത് ശരിക്കും മനസ്സിലായി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. പറയുന്ന കേൾക്കൂ, ഞാൻ പറയട്ടെ. അതായത് ജനാധിപത്യത്തിൽ നമ്മൾ നിലപാട് വെച്ച ആളെ കൂട്ടി വോട്ട് ചെയ്ത് ഞങ്ങൾ നേടിയെടുക്കും, ഞങ്ങൾ തിരിച്ചു പിടിക്കും, ഇതൊക്കെ വാക്കാണ്. തട്ടിയെടുക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമ്മേളനത്തിൽ ഏതെല്ലാം കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതേതര ഈ വർഗീയവാദികളെയും മറ്റു എല്ലാവരെയും കൂട്ടം കൂട്ടി എല്ലാ മുള്ളുമുരുക്ക് കാഞ്ഞിരക്കുറ്റി സംഘത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിന്റെ ജനാധിപത്യത്തെ ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ ഐക്യ സന്ദേശത്തെ കാണുന്നത്? അതെ, എനിക്ക് പറയാനുള്ളത് വെച്ചാല്, ഇന്ത്യ 65 കൊല്ലം ഭരിച്ച കോൺഗ്രസ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഈ സാറാണിലും നമ്മൾ സ്വാതന്ത്ര്യമായി സംസാരിക്കുന്നതൊക്കെ ഇന്ത്യ കോൺഗ്രസ് ഭരിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ചാനലിൽ കൂടെ ഇങ്ങനെ സംവാദം നടത്താൻ വേണ്ടി വന്നു കമ്പ്യൂട്ടർ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന് 87 കൊണ്ടുവന്ന കാലത്ത് ഇതൊന്നും അംഗീകരിക്കാത്ത ജനങ്ങളാണ് ഈ കേരളത്തിലുള്ളത്. എന്നെ പറയാണെന്ന് സംബന്ധിച്ചാൽ ഞാൻ കോൺഗ്രസോ BJP ഒന്നുമല്ല. കോൺഗ്രസിന് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ഇടതുപക്ഷത്തിനെ പോലെ BJP നമുക്ക് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്ന ഭാഗങ്ങൾ അവരുടെ ആധിപത്യം നിലനിർത്തിയൊരു രാഷ്ട്രീയ ഭരണമാണ് വരുന്നത്. പക്ഷെ ഈ കേരളത്തിൽ വരുന്നത് ജനാധിപത്യ രീതിയിൽ ഒരു അധികാരം ഭരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആഗ്രഹിച്ചാൽ എനിക്ക് കോൺഗ്രസ് വന്നാലും BJP വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ഒന്നുപോലെ. പിന്നെ നമുക്കിപ്പം മനസ്സിലാക്കാൻ പറഞ്ഞ ഒരു ശ്വാസത്തിനെങ്കിലും നമ്മളിപ്പം പൈസ കൊടുക്കേണ്ട വിലയല്ല വന്നിരിക്കുന്നത്. നമുക്ക് നടക്കാൻ പോലും വഴിയെ നടക്കണേ പോലും ഇപ്പോൾ നമ്മൾ ഫണ്ട് കൊടുക്കേണ്ട രീതിയില്ല. ശരി, ശ്രീ തങ്കച്ചന്റെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാജനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. അല്ല, ഇത് കോൺഗ്രസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനെങ്കിലും പറ്റുന്നത്. എന്താ, ഏത് പാർട്ടിയെ കുറിച്ചാണ് ചോദ്യം ചോദിക്കാൻ ഞങ്ങൾക്ക് ഇത്ര പേടിയുള്ളത്? അല്ല, മറ്റുള്ള പാർട്ടിയിൽ പോയി കടക്ക് പുറത്തെന്ന് പറയും ചോദ്യങ്ങൾ അധികം. ഏത് പാർട്ടിയിലാണ്? CPM-നെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ? BJP-യെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലേ? ലീഗിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലേ? കേരള കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്തില്ലേ? മാധ്യമങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യാം, പക്ഷേ അവരോട് ചോദ്യം ചോദിക്കാൻ അധികം ആരോടും ചോദ്യം ചോദിക്കുന്നതിന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് യാതൊരു മടിയുമില്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതിന് മടിയില്ല, പക്ഷെ അവരതിന് ഉത്തരം പറയില്ല. ഉത്തരം പറയോ വേണ്ട എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. പിന്നെ വേറൊരു കാര്യം, ഈ യൂട്യൂബിലെല്ലാം വന്ന് ഈ സ്വന്തം ഐഡിയയിൽ നട്ടലുണ്ടെങ്കിൽ സ്വന്തം ഐഡിയയിൽ പറയണം. അമ്പിളി എന്ന് പറയുന്നത് ലേഡീസ് അല്ല എന്നുള്ളത്, അമ്പിളി എന്നുള്ളത് ലേഡീസ് അല്ല എന്നുള്ള 100% ഉറപ്പാണ്. മുസ്ലിങ്ങളെ പലരും അങ്ങനെയൊക്കെ പേര് അത് അവരുടെ വാചകം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ആ വാചകം കേട്ടപ്പോഴേ പറഞ്ഞല്ലോ. ഒരു കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു മുസ്ലിങ്ങളെ പേര് ഒരു വർഗീയതയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ആവശ്യം ഈ ചാനലിൽ വന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആരോ ചെയ്യുന്നതാണ് അങ്ങനെ. പാലക്കാട് എന്ന് വെച്ചാൽ രഘുചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം, ദയവ് ചെയ്ത് കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യരുത്. കാരണം സപ്പോർട്ട് ചെയ്താൽ നാളെ പറയും CPM പറയും കോൺഗ്രസും BJP ഒറ്റക്കെട്ടാന്ന് പറയും. അതിന് കോൺഗ്രസ്സുകാരെ അതിനെ ഇട്ട് കൊടുക്കരുത് ദയവ് ചെയ്ത്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ രാജന്റെ അഭിപ്രായം അങ്ങനെ. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ട. ശ്രീ അനിയൻകുട്ടൻ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളിച്ചിരുന്നോ? അതോ? ഒത്തിരിയായി. അതാണ് ഞാനും അനിയൻകുട്ടനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി.
അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ കോൺഗ്രസിലെ ഈ നേതാക്കന്മാരുടെ ഐക്യത്തെയും അതിന്റെ കാര്യങ്ങളെ കാണുന്നത്? കോൺഗ്രസിലെ ഐക്യത്തിന്റെ കുറവൊന്നുമില്ല. ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരല്ലേ, ഞങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇതെന്ന് പറയുന്നത് പലരും പറയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യം, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. ഭയങ്കരം, ആർക്കും മുഖത്ത് നോക്കി പറയാൻ കാര്യങ്ങൾ. നീ കൊള്ളത്തില്ലെങ്കിൽ നീ കൊള്ളത്തില്ലെന്ന് തന്നെ പറയും. മറ്റേ BJP-യിലോ CPM-യിലോ നടക്കുകയില്ല, ഒട്ടും നടക്കുകയില്ല. ഇത് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ തന്നെ ഇവിടെ നമ്മുടെ ചാനലുകളെല്ലാം ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഈ ഭരണം അവസാനിച്ചേ മതിയാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഇന്ന് ഒരു വഴി കൂടെ ഒരു കുട്ടികൾക്ക് പോലും ലഹരിയും കള്ളും അഹങ്കാരം ആയുധം കൊണ്ട് നടക്കുവാണ്. ഈ പിണറായി സർക്കാർ എന്താ കാണിക്കുന്നത്? തിന്ന് സൂചിച്ച് തൂറി അവിടെ ഇരിക്കുക. ഒരു കുഞ്ഞുങ്ങളെ വഴിയിട്ട് തല്ലി ചതയ്ക്കുന്നു. ഈ പോലീസുകാർക്കൊക്കെ എന്താ പണി? ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് പോലീസുകാർക്ക് എന്താ പണി? ഇവർ ഈ കോളേജുകളെല്ലാം ചെന്ന് ഓരോ സമയത്ത് ചെന്ന് അവരെ കുട്ടികൾ വരുന്നതും തെരുവിലും പിന്നെ അന്വേഷണം കോപ്പും കുറച്ചക്കറും ഇല്ലാത്ത ഒരു മുടിഞ്ഞ ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കോൺഗ്രസിലെ ഐക്യം എന്ന് പറയുന്നത് എനിക്കിപ്പോ വയസ്സ് കുറെയായി. അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട്. ശരി, എത്ര വയസ്സുണ്ട് ഇപ്പോ? എനിക്കിപ്പോ ഇന്ന് 70 വയസ്സ് തികയാണ്. 70 വയസ്സ് അത്ര അത് അധികം വലിയ പ്രായമൊന്നുമല്ല കേട്ടോ. രാഷ്ട്രീയത്തിലേക്ക് 70 വയസ്സ് ചെറുപ്പമാ. അല്ലെന്നേ, ഏതാണ്ട് 60 വർഷമായിട്ട് ഞാൻ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നുണ്ട്. 10 വയസ്സ് മുതൽ പത്രം വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ, രാഷ്ട്രീയക്കാരൊക്കെ 70 വയസ്സാകുമ്പോഴും ചെറുപ്പമാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, ഞാൻ എനിക്ക് രാഷ്ട്രീയം ഉണ്ട് എന്തായാലും. ശരി, പറഞ്ഞോളൂ. പക്ഷെങ്കില് ആ കാലത്ത് ഇന്ദിരാഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ കോൺഗ്രസ് പേടിയുടെ പേരിൽ അവര് കുറെ കാലം ഒന്നിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ പേടിക്കാൻ ആരും ഒന്നുമില്ല. നമ്മൾ ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ടല്ലോ, എന്താ ക്യാറ്റ് ഈസ് അവേ റാറ്റ് വിൽ പ്ലേ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പൊ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിന്റെ വാതൊക്കെ വന്ന് നിൽക്കുമ്പോൾ അടക്കമില്ല അടിക്കുന്നു. അവർക്ക് അങ്ങനെ അത് പറ്റുള്ളൂ. അങ്ങനെ അതതിന്റെ ജീനിനകത്തുള്ളതാണ്, കോൺഗ്രസിന്റെ ജീനിനകത്തുള്ളതാണ് ഈ സംഭവം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കളുടെ അഭിപ്രായം പറയാം, വേഗത്തിൽ പറയണം. CPM അക്രമകാരികളെന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കണ്ടല്ലോ. ഇവിടെയുള്ള വിക്ടിംസ് കേരളത്തിൽ 60% CPM-കാരാണ്. 38 SFI-ക്കാരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ബ്രിട്ടാസ് വേറെ അറിയാലോ. എന്നിട്ട് പറയുന്നത് ഇന്നെങ്കിലും പിണറായിനെ വെറുതെ വിടുന്നു വിചാരിച്ചു. ഇവിടെ ഒരു നമ്മൾ ഈ വിളിക്കുന്ന ആൾക്കാരെ ക്രോസ് സെക്ഷൻ നോക്കണമെങ്കിൽ എന്നിട്ട് വരുന്നില്ല. സിമിലറായിട്ടുള്ള മാധ്യമങ്ങളുണ്ടല്ലോ, എന്നിട്ട് ഇവിടെ CPM വരുന്നുണ്ട്. CPM എന്ന് പറയുന്നത് ഹലോ, ഒരു കാലത്ത് അധികാരമൊഴികളായിരുന്നു. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ഗംഗാധരനാണ് പാലക്കാട് നിന്ന്. അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നൊന്നും കേൾക്കുന്നേയില്ല. അദ്ദേഹം ജോൺ ബ്രിട്ടോയായിരിക്കും ഉദ്ദേശിച്ചത്, പക്ഷേ അദ്ദേഹം പറഞ്ഞു പോയ പേര് മാറിയതാണെന്ന് തോന്നുന്നു. ശ്രീ ഗംഗാധരനാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗംഗാധരൻ, താങ്കൾക്ക് പറയാം. സാർ, ഇപ്പോ രാഷ്ട്രീയ സാഹചര്യം UDF-ന് വളരെ അനുകൂലമായി നിൽക്കുകയാണ്. പിണറായി സർക്കാർ സമസ്ത മേഖലയും പരാജയമാണ്. 38 രൂപ കർപ്പൂരം വരെ വില കൂട്ടലും അക്രമ രാഷ്ട്രീയങ്ങളും അങ്ങനെ പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ ഈ ഐക്യം, എനിക്കത് വെറും ചായ കുടിച്ച് പിരിയുന്ന ഐക്യമുള്ളൂ. അതുകൊണ്ട് ശശി തരൂരിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ സംഘടനാ ആവശ്യത്തിലും അങ്ങനെ ഇടപെടാത്ത ശശി തരൂരിനെ പോറ്റാൽ മുന്നിൽ നിർത്തിയാൽ അവർക്ക് ഈ കോൺഗ്രസിനെ ഒരുമിപ്പിക്കാനൊക്കെ പറ്റുമോ? അല്ല, അങ്ങനെയല്ല. ഇവിടെ ബുദ്ധിജീവികളുണ്ട്. 4 പ്രാവശ്യം തിരുവനന്തപുരത്ത് ഞാൻ വ്യക്തി സപ്പോർട്ട് ചെയ്യല്ല. ഞാൻ അപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥയെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും ഈ ഐക്യത്തെ വിശ്വസിക്കാം എന്ന് പറയുന്നവരും ആ കോൺഗ്രസ് തന്നെ അധികാരത്തിലേറും എന്ത് വന്നാലും അങ്ങനെ വരുന്നവരുണ്ട്. അല്ല, കോൺഗ്രസ് അല്ല, വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിലേക്ക് വരും എന്ന് പറഞ്ഞവരുമുണ്ട്. ഇതൊന്നുമല്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞവരും ഒക്കെ ഉണ്ട്. കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ മോശക്കാരായിരുന്നാലും അവരെ തന്നെ ജയിക്കുമെന്നും അവർക്ക് ഇലക്ഷൻ ആകുമ്പോൾ ഒന്നിക്കുമെന്നും അതല്ല ഈ തമ്മിത്തല്ലി അവർ അധികാരം നഷ്ടപ്പെടുത്തുമെന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പല പ്രധാനമായും രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിലൊക്കെ ഉള്ള ആളുകളൊക്കെ പറയുമ്പോൾ അവരുടേതായ അഭിപ്രായങ്ങൾ കൂടുതൽ ഷാർപ്പായി പറയും. എന്നാലും കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇല്ലാതെയാണ് അവരുടെ പാർട്ടികളിൽ നിന്നുകൊണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നത്. എന്തായാലും ഈ യൂട്യൂബിൽ അഭിപ്രായങ്ങൾ പറയുന്നവർ കുറേ കൂടി ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ കുറേ കൂടി മാന്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതുകൂടി നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. അതിനപ്പുറത്തേക്ക് കടന്നുപോയാൽ ഞങ്ങൾക്കും അത് പ്രയാസമാണ്, പൊതുസമൂഹത്തിനും അത് പ്രയാസമാണ്. അതുകൂടി അറിയിക്കുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.